Hi, hello everyone. It's me, CA Sanjay. So welcome back to next particular video where we are going to revise chapter number 4. So after the chapter number 1 and after chapter number 3, now we are going to revise chapter number 4, the most important chapter in the entire SM syllabus. So നമുക്ക് ആകെ 5 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ആദ്യത്തെ രണ്ടല്ല ചാപ്റ്റർ 1നും ചാപ്റ്റർ 3യുടെ റിവിഷൻ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂസിങ് our power chart. Now we are going to revise the chapter number 4 using the power chart. So ഈ power chart വെച്ചിട്ട് as I have already said in my previous video, entire SM ന്റെ syllabus 24 pagesനകത്ത് ഞാൻ ചുരുക്കി എഴുതിയിട്ടുണ്ട് which you can use for your last moment revision, last day revision. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ചാർട്ടാണ് ഈ പെർട്ടിക്കുലർ ചാർട്ട്, പവർ ചാർട്ട്. സോ പക്ഷേ ഈ ചാർട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. ഈ ചാർട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ നൗ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ നമ്പർ 4. ഇത് ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. സോ വി വിൽ ബി യൂസിങ് പവർ ചാർട്ട് plus sometimes we will refer to our study notes. So രണ്ടും കൂടി യൂസ് ചെയ്തിട്ടേക്ക് നമ്മൾ ഇതിന്റെ റിവിഷൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. സോ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ബേസിക്കലി രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രാറ്റജിക് ചോയ്സസും, രണ്ട് സ്ട്രാറ്റജിക് ഓപ്ഷൻസും. രണ്ട് സ്ട്രാറ്റജിക് ഓപ്ഷൻസും. സ്ട്രാറ്റജിക് ഓപ്ഷൻസിനകത്ത് നമ്മൾ ബേസിക്കലി 4 മെട്രിക്സുകൾ ഡിസ്കസ് ചെയ്യും. ആൻസോഫ് മെട്രിക്സ്, ADL മെട്രിക്സ്, GE മെട്രിക്സ് ആൻഡ് BCG മെട്രിക്സ്. ഓക്കെ, ഈ 4 മെട്രിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് കം സ്ട്രാറ്റജിക് ചോയ്സസ് where we will discuss about corporate strategy and strategic exit. Sir, there are 3 levels of strategies. Corporate strategy, ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആൻഡ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി. അതിൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ 1 വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ്, കോർപ്പറേറ്റ്, ബിസിനസ്, ഫങ്ഷൻ. അതിൽ കോർപ്പറേറ്റ് ലെവൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെന്റ്, ഈ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസിലാണ് എന്തൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ബിസിനസ് നിർത്തണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ലെവൽ പീപ്പിൾ ആണ്. കോർപ്പറേറ്റ് ലെവൽ CEOs, the board of directors, അവരാണ് തീരുമാനിക്കുക എന്ത് ബിസിനസ് സ്റ്റാർട്ട്. they are going to define the vision, mission, providing the leadership, what business we are in, allocating the resources. ഇതൊക്കെ ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് ആണ്. കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് ചെയ്യുന്ന സ്ട്രാറ്റജി ആണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി. സോ ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജി നമുക്ക് വീണ്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, ഗ്രോത്ത്, റീട്രെഞ്ച്മെന്റ്, കോമ്പിനേഷൻ. സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, റീട്രെഞ്ച്മെന്റ്, കോമ്പിനേഷൻ. 1 by 1 നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. The very first strategy we are going to discuss right now is stability strategy. എന്താണ് stability strategy? So ഈ സ്ട്രാറ്റജി എപ്പോഴും എടുക്കാന്ന് വെച്ചാൽ when a person don't want to grow, don't wish to grow, എനിക്ക് വളരണ്ട സർ, ഏതെങ്കിലും ബിസിനസ്സിൽ വളരണ്ട എന്ന് ആഗ്രഹം ഉണ്ടാവോ? എടാ, ഓൾറെഡി ആ ബിസിനസ് ക്യാപ്ചർ ചെയ്യേണ്ട മാർക്കറ്റ് ഷെയർ ഒക്കെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. Already that business has reached to a saturation point. Market already saturation point എത്തിയിട്ടുണ്ട് where the business don't wish to grow further. ഓൾറെഡി എനിക്ക് വേണ്ട മാർക്കറ്റ് ഷെയർ ഒക്കെ ഞാൻ ഓൾറെഡി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ഷെയർ ഉണ്ട്. എന്റെ ബിസിനസ് ഒരു മെച്ചോറിറ്റി സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാം 4 സ്റ്റേജസ് ഉണ്ട്: ഇൻട്രഡക്ഷൻ, ഗ്രോത്ത്, മെച്ചോറിറ്റി, ഡിക്ലൈൻ. അതിൽ ഓൾറെഡി ഞാൻ മെച്ചോറിറ്റി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് അങ്ങോട്ടേക്ക് വളരണ്ട. ഓൾറെഡി ഞാൻ എന്താണോ ഉള്ളത് അത് എനിക്ക് എന്ത് ചെയ്താൽ മതി? ഹോൾഡ് ചെയ്താൽ മതി, അതെനിക്ക് പ്രിസർവ് ചെയ്താൽ മതി. ഓക്കെ ആണോ? സോ അത്തരം ബിസിനസ്സുകൾ എടുക്കേണ്ട സ്ട്രാറ്റജി ആണത് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. വൺസ് അഗൈൻ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി മീൻസ് ദ സച്ച് ബിസിനസ് വിച്ച് ഡോണ്ട് വിഷ് ടു ഗ്രോ. അവർക്ക് വളരണ്ട. സർ വളരണ്ട? യെസ്, വളരണ്ട. ബിക്കോസ് അവർ ഓൾറെഡി വളർന്നു കഴിഞ്ഞു. അവർ അത്യാവശ്യം നന്നായിട്ട് വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് സ്റ്റെബിലൈസ് ചെയ്താൽ മതി. ഓൾറെഡി അവർ ക്യാപ്ചർ ചെയ്ത മാർക്കറ്റ് ഷെയർ അവർക്ക് ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ ആണോ? യെസ്. ജസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റഡി നോട്ട്സ് കൂടി റെഫർ ചെയ്യാം. Okay, so as we all know, corporate level strategies are also known as Gluck and George strategy or generic strategy. Okay, so first we are going to discuss about stability strategy. So stability strategy നമ്മൾ എന്താ പറയുന്നത് ഇവിടെ? സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി നമ്മൾ എന്താ പറയുന്നത്? ദ ഫേം സ്റ്റേസ് വിത്ത് ഇറ്റ്സ് കറന്റ് ബിസിനസ്. ഓൾറെഡി എന്ത് ബിസിനസ് ആണുള്ളത് അതിൽ തന്നെ നിലനിൽക്കും. they are not going to start new business. They don't want to start any new business. Whatever business they are having, they are happy with it. They stay with the current business. Already എന്ത് ബിസിനസ് ആണുള്ളത് ആ ബിസിനസ്സിൽ തന്നെ അവർ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് 3 ക്വസ്റ്റ്യൻ മാത്രമാണ്. വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് characteristics of stability strategy. Characteristics of stability strategy. എന്താണ് characteristics of stability strategy? See, using the power chart. Stays with the same business, same product, same market, same effort. They are not going to start any new business. The stability strategy, I don't want to grow. Whatever I am having, I am happy with it. I don't wish to grow. So I will continue the same business, same product market, same effort. So if you're not starting anything new business,
If you are staying with the same business, are you starting any new business? Try to hear what I say. Try to understand what I am saying. If you are continuing with the same business, are you starting any new business? No, sir, we are not starting any new business. We don't want to take any risk. That means it does not involve redefinition of business. You are not going to redefine your business. You are just continuing with your existing business. If you are not starting any new business, if you are continuing with your existing business, do you want much fresh investment? No, we don't want much fresh investment. നമ്മൾ പുതിയൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. ഇവിടെ വി ഡു നോട്ട് വാണ്ട് മച്ച് ഓഫ് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ്. എടാ അവിടെ ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വേണം, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വേണം, പക്ഷെ ഒരുപാട് വേണ്ടെന്നാ പറഞ്ഞത്. ഇറ്റ് ഡസ് നോട്ട് വാറന്റ് മച്ച് ഓഫ് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറഞ്ഞത്. നോട്ട് ചെയ്യണം കേട്ടോ അത്. പിന്നെ ഓക്കെ, സോ ഇഫ് യു ആർ നോട്ട് സ്റ്റാർട്ടിംഗ് എനി ന്യൂ ബിസിനസ്, ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് മച്ച് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ്, ദ റിസ്ക് ഈസ് ലെസ്. അല്ലെ, ദ റിസ്ക് ഈസ് less. When the risk is less, safety is higher. Safety oriented. Risk is less, safety oriented. See, ഞാൻ പുതിയ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്, പക്ഷെ ഓൾറെഡി ഉള്ള ബിസിനസ് ഞാൻ കുറച്ച് ഇംപ്രൂവ് ചെയ്യില്ലേ? എടാ, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്തുവാ? Stability strategy means you are not starting any new business. I'm not going to start any new business. I will just stay in my current business itself. But in my current business, I will try to improve myself. I will try to bring minor improvements. I will try to improve my functional efficiencies. Okay, and in this business, whatever resource I am having, I will concentrate my existing resources in the existing business. See, whatever resources I am having, I will invest these resources in my existing business. I will not use my resources to start any new business. It has the benefit of concentrating its resources on the existing business, and such growth objective is quite modest. ഇതൊക്കെ പഴഞ്ച ചിന്താഗതിയാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി? 9 പോയിന്റ്സ് ഉണ്ടാവും. 9 പോയിന്റ്സ് വളരെ സിമ്പിൾ ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സെയിം ബിസിനസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്, പുതിയതായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ സെയിം ബിസിനസ്, സെയിം പ്രോഡക്റ്റ്, സെയിം മാർക്കറ്റ്, സെയിം എഫർട്ട്. ഫസ്റ്റ് പോയിന്റ്. ഇഫ് യു ആർ നോട്ട് സ്റ്റാർട്ടിംഗ് എനി ന്യൂ ബിസിനസ്, second point എന്താണ്? No redefinition of business. See, if you are continuing the same business, that means you are not starting any new business. Correct അല്ലേ? Yes. So second point എന്താണ്? It does not involve redefinition of business. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? Yes. എടാ, നീ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിനക്ക് ഒരുപാട് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വേണോ? വേണ്ട. It does not warrant much of fresh investment. ശരിയല്ലേ? Yes. നിനക്ക് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ റിസ്ക് ലെസ്. റിസ്ക് ലെസ് ആണെങ്കിൽ സേഫ്റ്റി ഹൈ. റിസ്ക് ലെസ്, സേഫ്റ്റി ഹൈ. ശരിയല്ലടാ? എടാ, നീ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല, പക്ഷെ ഓൾറെഡി ഉള്ള ബിസിനസ് നീ എന്ത് ചെയ്യും? കുറച്ച് ഇംപ്രൂവ് ചെയ്യാൻ നോക്കില്ലേ? മൈനർ ഇംപ്രൂവ്മെന്റ്. Try to improve the functional efficiencies. അല്ലെ, നിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കാൻ നോക്കും. ശരിയല്ലടാ? സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരും. എപ്പോഴാണ് നമ്മൾ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എടുക്കുന്നത്? ഏതെങ്കിലും ബിസിനസ് അവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ, ഞാൻ ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, വിൽ ഐ ഗോ ഫോർ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി? നോ, നോ. ഞാൻ എന്താ പറഞ്ഞത്? സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, ഞാൻ സ്റ്റാർട്ടിംഗ് ഇൻട്രൊഡക്ഷൻ എന്താ പറഞ്ഞത്? സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഗ്രോ ചെയ്യാൻ താല്പര്യമില്ല. എടാ, ആരെങ്കിലും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വളരെയൊന്നും വേണ്ട, എനിക്ക് ഇതുപോലെ തന്നെ നിന്നാൽ മതി എന്ന് പറയൂ? ഇല്ല. സോ ആരും ഒരു ബിസിനസിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയിൽ പോവില്ല. പിന്നെ എപ്പോഴായിരിക്കും സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയിൽ പോവുക? മെച്ചോറിറ്റി സ്റ്റേജ് എത്തുന്ന സമയത്ത്. സോ വെൻ ദ പ്രോഡക്റ്റ് ഹാസ് റീച്ച്ഡ് ദ മെച്ചോറിറ്റി സ്റ്റേജ്, യു വിൽ ഗോ ഫോർ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. അല്ലെ, എപ്പോഴും നമ്മുടെ മെച്ചോറിറ്റി സ്റ്റേജിൽ എത്താം? ആഫ്റ്റർ നമ്മുടെ 4 സ്റ്റേജസ് എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്ചോറിറ്റി, ഡിക്ലൈൻ. ശരിയല്ലടാ? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്ചോറിറ്റി, ഡിക്ലൈൻ. നമ്മൾ എപ്പോഴാണ് മെച്ചോറിറ്റി സ്റ്റേജിൽ എത്താം? ആഫ്റ്റർ ഗ്രോത്ത് അല്ലേ? സോ വി വിൽ സ്റ്റെബിലൈസ് ഓൺലി ആഫ്റ്റർ എ പീരിയഡ് ഓഫ് റാപ്പിഡ് എക്സ്പാൻഷൻ. We will stabilize only after a period of rapid expansion. ഫസ്റ്റ് 2 പോയിന്റ് മനസ്സിലായോടാ? ഫസ്റ്റ് 2 പോയിന്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ നിന്ന് കിട്ടും. ശരിയല്ലടാ? സി, നമ്മൾ എപ്പോഴാണ് ഒരു സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എടുക്കുക? നമ്മൾ ഓൾറെഡി വളർന്ന് അത്യാവശ്യം നല്ലൊരു നിലയിലെത്തിയാൽ വി വിൽ ട്രൈ ടു പ്രിസർവ് അവർ മാർക്കറ്റ് ഷെയർ. അല്ലെ, പിന്നെ നമ്മൾ അങ്ങോട്ട് വളരാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല. വി വിൽ ട്രൈ ടു പ്രിസർവ് അവർ മാർക്കറ്റ് ഷെയർ. So major reasons for stability strategy. എന്താണ് ഫസ്റ്റ് റീസൺ? എന്താണ് ഫസ്റ്റ് റീസൺ? എന്താണ്? The product has reached the maturity stage. The product has reached the maturity stage. നമ്മൾ എപ്പോഴാണ് മെച്ചോറിറ്റി സ്റ്റേജിൽ എത്താം? ആഫ്റ്റർ റാപ്പിഡ് എക്സ്പാൻഷൻ. ഗ്രോയിങ് സ്റ്റേജ് കഴിഞ്ഞിട്ടല്ലേ മെച്ചോറിറ്റി സ്റ്റേജിൽ എത്താം? യെസ് സർ. സോ ഗ്രോയിങ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെബിലൈസ് ചെയ്യുക. വി വിൽ കൺസോളിഡേറ്റ് ഓൺലി ആഫ്റ്റർ എ പീരിയഡ് ഓഫ് റാപ്പിഡ് എക്സ്പാൻഷൻ. വി വിൽ കൺസോളിഡേറ്റ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് റാപ്പിഡ് എക്സ്പാൻഷൻ. പിന്നെ ഈ സ്ട്രാറ്റജി എപ്പോഴാണ് എടുക്കുന്നത്? വെൻ ദ എൻവയോൺമെന്റ് ഇസ് സ്റ്റേബിൾ. എൻവയോൺമെന്റ് കാര്യമായ കോമ്പറ്റീഷൻ ഒന്നുമില്ല. എൻവയോൺമെന്റ് ഇസ് വെരി സ്റ്റേബിൾ. അതിന് കാര്യമായ കോമ്പറ്റീഷൻ ഇല്ല, കാര്യമായ ത്രെട്ടുകളൊന്നുമില്ല. സോ വെൻ ദ എൻവയോൺമെന്റ് ഇസ് സ്റ്റേബിൾ, യു ക്യാൻ ഗോ ഫോർ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. ടേക്ക് റിസ്ക്. ഓക്കെ, റിസ്ക് ഈസ് ലെസ് when you are not ready to take risk, because whenever you are going to bring a change within your organization, that's a high chance that the employees will resist. So you don't want to take risk. എനിക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഉള്ള പൈസ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്, എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, എനിക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഓൾറെഡി എന്റെ ബിസിനസ് അത്യാവശ്യം നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്, ഐ വിൽ ജസ്റ്റ് സ്റ്റെബിലൈസ് ഇറ്റ്. ഞാൻ അത് വെച്ചാൽ മുന്നോട്ട് പോയിക്കോളാം. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവസാനം അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയാവും അല്ലെ. സോ ദിസ് ഇസ് ലെസ് റിസ്കി ആൻഡ് എക്സ്പാൻഷൻ സീംസ് ടു ബി ത്രെറ്റനിങ്.
Expansion 3 seems to be threatening. So എപ്പോഴാണ് നമ്മൾ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എടുക്കേണ്ടത്? 4 1 2 3 4 5 5 പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് വൺ, the product has reached the maturity stage. After rapid expansion, environment is stable, risk is less, expansion seems to be threatening. Okay ആണോടാ? ഫൈൻ ആണോ? യെസ്. പിന്നെ ഒരു ചോദ്യമുണ്ട് മക്കൾ, ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. ഇത് May 24 ചോദിച്ചിട്ടില്ല. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ചോളാം. ഞാൻ പറയുന്നത് ഇത് September 24 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, വൈ സ്റ്റാർട്ടപ്സ് ഡോണ്ട് എയിം ഫോർ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി? എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്സ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എയിം ചെയ്യുന്നത്? എടാ വളരെ സിമ്പിൾ ടോപ്പിക്. എന്തെങ്കിലും പറയല്ലേ? സ്റ്റാർട്ടപ്സ് ആരെങ്കിലും സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എടുക്കുമോ? സ്റ്റാർട്ടപ്സ് ഏത് സ്റ്റേജിലാണ്? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഏതെങ്കിലും ബിസിനസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ സ്റ്റെബിലൈസ് ചെയ്യൂ? ഇല്ല. ആഫ്റ്റർ ഗ്രോ, വൺസ് ദേ റീച്ച് എ മെച്ചോർഡ് സ്റ്റേജ്, ദേ വിൽ ട്രൈ ടു സ്റ്റെബിലൈസ് അല്ലെ. സോ ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുക? നിങ്ങൾ വളർന്ന് അത്യാവശ്യം കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. ആരെങ്കിലും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്ന തന്നെ റിട്ടയർമെന്റ് എടുക്കും? ഇല്ല. സെയിം വേ വി വിൽ ടേക്ക് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഓൺലി വെൻസ് വി റീച്ച് മെച്ചോറിറ്റി സ്റ്റേജ് അല്ലെ. സോ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഡെഫിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ആൻ ഓൺട്രപ്രണറൽ വെഞ്ചർ ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ഐഡിയേഷൻ അല്ലെ. സ്റ്റെബിലിറ്റി എപ്പോഴാണ് നമ്മൾ എടുക്കുക? സ്റ്റെബിലിറ്റി നമ്മൾ എടുക്കുന്നത് when the business is at maturity stage. ബിസിനസ് മെച്ചോറിറ്റി സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എടുക്കുന്നത്. when the business size of the business is expanded to full capacity. ഓൾറെഡി നമ്മൾ ഫുൾ കപ്പാസിറ്റിയിൽ വളർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഫുൾ കപ്പാസിറ്റിയിൽ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഇസ് ഡൺ. സോ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഈ ക്വസ്റ്റ്യൻ. സർ അപ്പൊ ഇതോ അത് ഓർത്ത് വെച്ചു. ഓക്കെ, സോ 9 points in characteristics, 5 points in major reasons for stability strategy. ഫൈൻ ആണോടാ? ഓക്കെ ആണോടാ? യെസ്. സോ നൗ വി ആർ സ്ട്രേറ്റ് അവേ മൂവിങ് ഓൺ ടു റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. എക്സ്പാൻഷൻ സ്ട്രാറ്റജി അവിടെ കിടക്കട്ടെ. റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. സർ എന്താണ് സർ റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി? കമോൺ, വേർ ഈസ് റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി? ഇത് കിട്ടിപ്പോയി. Entire retrenchment strategy in just one page. സെറ്റ് ആണ് മക്കളെ. സോ ഇവിടെ എന്താ പറഞ്ഞത്? റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് തിരിച്ചടികൾ നേരിടും. നമ്മൾ ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ചില സമയത്ത് നമ്മൾ ബിസിനസ് നിർത്തേണ്ട അവസ്ഥയൊക്കെ വരും. സോ നിർത്തേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എൻറ്റയർ ബിസിനസ് നിർത്തേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രം നമ്മൾ മാർക്കറ്റിൽ നിന്നും വിഡ്രോ ചെയ്യേണ്ടി വരും. സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജിയാണത് റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി അഥവാ സ്ട്രാറ്റജിക് എക്സിറ്റ്സ്. എക്സിറ്റ് ചെയ്യാം, മാർക്കറ്റിൽ ഇറങ്ങാം. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. സോ ഈ റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി വീണ്ടും 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? നോക്കിയേ എവിടെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എവിടെ? ഇതേ കിട്ടി. റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്തൊക്കെയാണ്? 3 ടൈപ്പ്. ടേൺ അറൌണ്ട്, ഡൈവേസ്റ്റ്മെന്റ്, ലിക്വിഡേഷൻ. എന്തൊക്കെയാണ്? ടേൺ അറൌണ്ട്, നമ്മുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് താഴോട്ടേക്ക് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ ഐ ഹാവ് ടു ടേൺ അറൌണ്ട്, തിരിച്ച് വീണ്ടും മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ടേൺ അറൌണ്ട്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എപ്പോഴാണ് ടേൺ അറൌണ്ട് സ്ട്രാറ്റജി എടുക്കുക? ബിസിനസ് നഷ്ടത്തിലേക്ക് പോകുമ്പോഴാണോ ലാഭത്തിലേക്ക് പോകുമ്പോൾ? ഏതെങ്കിലും ബിസിനസ് പ്രോഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും ടേൺ അറൌണ്ട് ചെയ്യോ? ലെറ്റ്സ് ടേൺ അറൌണ്ട്. ബിസിനസ് കുറെ പ്രോഫിറ്റ് ആക്കി കുറച്ച് നഷ്ടം ഉണ്ടാക്കാം, ചെയ്യോ? ഇല്ല. സോ യു വിൽ അപ്ലൈ ടേൺ അറൌണ്ട് സ്ട്രാറ്റജി ഓൺലി വെൻ യു ആർ ഫേസിംഗ് ലോസസ് അല്ലെ. നിങ്ങളുടെ ബിസിനസ്സിൽ ലോസസ് ആണ്, പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ, അപ്പൊ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? ടേൺ അറൌണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തുള്ളൂ അല്ലെ. പിന്നെ വരുന്ന ഡൈവേസ്റ്റ്മെന്റ്, പിന്നെ വരുന്ന ലിക്വിഡേഷൻ. സർ ഇത് മൂന്നും തമ്മിൽ എന്താണ് സർ വ്യത്യാസം? ടേൺ അറൌണ്ട്, ഡൈവേസ്റ്റ്മെന്റ്, ലിക്വിഡേഷൻ. വി വിൽ റീഡ്. ഓക്കെ, let's read from the chart book. Okay, ശ്രദ്ധിക്കാം. ഒന്ന് ടേൺ അറൌണ്ട്, പിന്നെ ഡൈവേസ്റ്റ്മെന്റ്. ഓക്കെ, ലിക്വിഡേഷൻ നമ്മുടെ ബുക്കിനകത്ത് പഠിക്കാനില്ല. പഴയ സിലബസ് നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ലിക്വിഡേഷൻ പഠിപ്പിക്കുന്നില്ല. ആൻഡ് മോർ ഓവർ യു നോ വാട്ട് ഈസ് ലിക്വിഡേഷൻ. എൻറ്റയർ ബിസിനസ് പൂട്ടുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ലിക്വിഡേഷൻ. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സംഭവം ടേൺ അറൌണ്ട് സ്ട്രാറ്റജി എന്താണ്? വാട്ട് ഈസ് ടേൺ അറൌണ്ട് സ്ട്രാറ്റജി? ഓക്കെ, ടേൺ അറൌണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി. നമ്മുടെ കമ്പനി ഈസ് എക്സ്പീരിയൻസിങ് എ പീരിയഡ് ഓഫ് പുവർ പെർഫോമൻസ്. പുവർ പെർഫോമൻസ് ഡസ് നോട്ട് ഓൾവേസ് മീൻസ് ലോസസ്. എടാ, പുവർ പെർഫോമൻസ് കമ്പനി നഷ്ടത്തിൽ വന്നാൽ മാത്രമേ നിങ്ങൾ ടേൺ അറൌണ്ട് ചെയ്യത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് പഠിക്കണം എന്ന് തോന്നുന്നത്? പരീക്ഷ പൊട്ടിയാലേ നിങ്ങൾ പഠിക്കൂ എന്നുള്ള വാശിയുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തി, ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് കുറവാണെന്ന് കണ്ടാലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയില്ലേ? യെസ്. സോ നമ്മൾ ലോസിൽ പോകണമെന്ന് നിർബന്ധമില്ല. ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് പുവർ പെർഫോമൻസ് വി വിൽ ട്രൈ ടു ടേൺ അറൌണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ പണ്ട് 65% പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് ഷെയർ ഓൾമോസ്റ്റ് 40 to 45% ആണ്. മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ ഇടിഞ്ഞു. ഓക്കെ, സോ നൗ ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഇംപ്ലിമെന്റ് ടേൺ അറൌണ്ട് സ്ട്രാറ്റജി. അവിടെ മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നൗ ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഇംപ്ലിമെന്റ് ടേൺ അറൌണ്ട് സ്ട്രാറ്റജി. സോ വെൻ വിൽ യു ഗോ ഫോർ? വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ്? ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What are the danger signals
for turnaround strategy? What are the danger signals for turnaround strategy? എപ്പോഴാണ് ഞാൻ turnaround strategy അപ്ലൈ ചെയ്യേണ്ടത്? ചുമ്മാ ഏതെങ്കിലും ബിസിനസ്സിൽ ബോർ അടിക്കുന്നു, ഒരു turnaround strategy ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എപ്പോഴാണ് turnaround strategy അപ്ലൈ ചെയ്യേണ്ടത്? ഈ കാണുന്ന ഡേഞ്ചർ സിഗ്നൽസ് നമ്മുടെ ബിസിനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ you have to implement turnaround strategy. Point number 1, persistent negative cash flow. Persistent negative cash flow. കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോസസ് ആണുള്ളത്. കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് ലോസസ് ആണെങ്കിൽ യു ഷുഡ് അപ്ലൈ ഗോ ഫോർ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. നഷ്ടത്തിലാണ് കമ്പനി ഓടുന്നെങ്കിൽ യു ഷുഡ് അപ്ലൈ ഫോർ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഈ പോയിന്റ്സ് മൊത്തം നിങ്ങൾക്ക് കണക്റ്റഡ് ആക്കി പഠിപ്പിച്ചുതരാം. അത് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല, പക്ഷെ കണക്റ്റഡ് ആക്കി ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് അൺകോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. നിന്റെ പ്രൊഡക്ട്സ് ആരും വാങ്ങുന്നില്ലടാ, നിന്റെ പ്രൊഡക്ട്സ് ആരും വാങ്ങുന്നില്ല, കസ്റ്റമേഴ്സ് നിന്റെ പ്രൊഡക്ട്സ് വേണ്ട. നൗ ഇറ്റ്സ് ടൈം ടു ഇംപ്ലിമെന്റ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. നിന്റെ മാർക്കറ്റ് ഷെയർ ഇടിയാണ്, ഡിക്ലൈനിങ് മാർക്കറ്റ് ഷെയർ. ഇതിന്റെ മാർക്കറ്റ് ഷെയർ ആരെങ്കിലും മാർക്കറ്റ് ഷെയർ കൂടിക്കൊണ്ടിരിക്കുന്നത് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഇടോ? ഇല്ല. ഇതിന്റെ മാർക്കറ്റ് ഷെയർ ഇടിയാണ്, ഫോളിംഗ് മാർക്കറ്റ് ഷെയർ. ലണ്ടൻ ബ്രിഡ്ജ് is falling down, അതുപോലെ നിങ്ങളുടെ മാർക്കറ്റ് ഷെയർ is falling down. Now it's time to implement turnaround strategy. Okay, deterioration the physical facilities. എന്റെ ബിസിനസിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഡിറ്ററിയോറേറ്റ് ആവാണ്, നശിച്ചു പോവാണ്. ഇറ്റ്സ് ടൈം ടു ഇംപ്ലിമെന്റ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. ഓവർ സ്റ്റാഫിംഗ്, ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അവർക്ക് കൊടുക്കാൻ വർക്കില്ല എന്റെ കയ്യില്. എന്റെ ഓഫീസിൽ 100 ഓഫ് എംപ്ലോയീസ് ഉണ്ട്, പക്ഷേ ആകെ 20 എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യുന്ന വർക്ക് മാത്രമേ ഉള്ളൂ. ഓവർ സ്റ്റാഫിംഗ്. ഹൈ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ്. വാട്ട് ഡു യു മീൻ ബൈ ഹൈ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ്? ഹൈ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോവാണ്. സ്റ്റാഫുകൾ ആരും എന്റെ കമ്പനിയിൽ നിൽക്കുന്നില്ല. ഓക്കെ, സ്റ്റാഫുകൾ ആരും എന്റെ കമ്പനിയിൽ നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഐ ഷുഡ് ഗോ ഫോർ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. നെക്സ്റ്റ് പോയിന്റ് ലോ മൊറേൽ ഇൻ എംപ്ലോയീസ്. എംപ്ലോയീസിന് മോട്ടിവേഷൻ ഇല്ല വർക്ക് ചെയ്യാൻ വേണ്ടി. എംപ്ലോയീസ് ആർ വെരി ഡൗൺ, അവർക്കാർക്ക് മോട്ടിവേഷൻ ഇല്ല. ലോ മൊറേൽ ഇൻ എംപ്ലോയീസ് ആൻഡ് മിസ്മാനേജ്മെന്റ്. മാനേജ്മെന്റ് തന്നെ തരികയാണ്. Okay, so what are the danger signals? See, I will help you to memorize all the 8 points right now. Just concentrate here for the next 60 seconds and 30 seconds. ശ്രദ്ധിച്ചാൽ മതി. ഈ 8 പോയിന്റ് ഇപ്പൊ സെറ്റ് ആക്കി തരാം. ശ്രദ്ധിക്കാം. എപ്പോഴാണ് നമ്മൾ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എടുക്കുക? ബിസിനസ് ലാഭത്തിൽ പോകുമ്പോഴാണ്, നഷ്ടത്തിൽ പോകുമ്പോഴാണ്? സർ, നഷ്ടത്തിൽ പോകുമ്പോഴാണ് സർ. സോ ഫസ്റ്റ് വൺ, പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നഷ്ടം. എന്തുകൊണ്ടായിരിക്കും നഷ്ടം വന്നിട്ടുണ്ടാവുക? സാറിന്റെ പ്രൊഡക്ട്സ് ആരും കസ്റ്റമേഴ്സ് ആരും വാങ്ങാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും കസ്റ്റമർ വാങ്ങാത്തത്? അൺകോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. സോ ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ലോസസ്, പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. എന്തുകൊണ്ടായിരിക്കും പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ? അൺകോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. എടാ, നിന്റെ കസ്റ്റമേഴ്സ് ആരും നിന്റെ പ്രൊഡക്ട്സ് വാങ്ങുന്നില്ലെങ്കിൽ നിന്റെ മാർക്കറ്റ് ഷെയർ കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? ഡിക്ലൈനിങ് മാർക്കറ്റ് ഷെയർ. എടാ, കസ്റ്റമർ നിന്റെ പ്രോഡക്ട്സ് വാങ്ങുന്നില്ല, നിന്റെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞു. കസ്റ്റമേഴ്സ് ആരും വാങ്ങുന്നതിന്റെ ഈ ബിസിനസ്, ഈ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഓപ്പറേഷനിൽ ആക്കേണ്ട ആവശ്യമുണ്ടോ? പൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കുക? ഡിറ്ററിയോറേഷൻ ദ ഫിസിക്കൽ ഫെസിലിറ്റീസ്. പിന്നെ 3 പോയിന്റ് എംപ്ലോയീസ്, 1 പോയിന്റ് മാനേജ്മെന്റ്. ഓവർ സ്റ്റാഫിംഗ്, ലോ മൊറേൽ, ഹൈ ടേൺ ഓവർ, മിസ്മാനേജ്മെന്റ്. ഓവർ സ്റ്റാഫിംഗ്, ലോ മൊറേൽ, ഹൈ ടേൺ ഓവർ, മിസ്മാനേജ്മെന്റ്. ഓക്കെ ആണോ? 3 പോയിന്റ് എംപ്ലോയീസ്, 1 പോയിന്റ് മാനേജ്മെന്റ്. 3 പോയിന്റ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് ഓവർ സ്റ്റാഫിംഗ്, ഹൈ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ്, ലോ മൊറേൽ ഇൻ ദ എംപ്ലോയീസ് ആൻഡ് ലാസ്റ്റ് മിസ്മാനേജ്മെന്റ്. ഓക്കെ ആണോ? സോ 8 പോയിന്റ് കിട്ടുന്നുണ്ടോ നോക്കട്ടെ, ഒന്ന് കണ്ണടച്ച് പറയുന്ന നോക്കട്ടെ. 8 പോയിന്റ് കിട്ടുന്നുണ്ടോ? ഫസ്റ്റ് വൺ, എപ്പോഴാണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എടുക്കുക? നഷ്ടത്തിൽ പോകുമ്പോൾ, പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. എപ്പോഴാണ് നഷ്ടം വരുമ്പോൾ എന്താ സംഭവിക്കുക? അൺകോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ആരും പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല അല്ലെ, അപ്പോൾ മാർക്കറ്റ് ഷെയർ ഇടിയും, ഡിക്ലൈനിങ് മാർക്കറ്റ് ഷെയർ. സോ എന്റെ ബിസിനസ് പൂട്ടി വെക്കേണ്ടി വരും. പൂട്ടി വെച്ച് എന്താ സംഭവിക്കുക? ഡീറ്ററിയോറേഷൻ ദ ഫിസിക്കൽ ഫെസിലിറ്റീസ്. പിന്നെ ഓവർ സ്റ്റാഫിംഗ്, ലോ മൊറേൽ, ഹൈ ടേൺ ഓവർ, മിസ്മാനേജ്മെന്റ്. ആം ഐ ക്ലിയർ ടു യു? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയിൽ. സോ ഇപ്പൊ എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. എന്നാലും നിങ്ങൾ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് കഫേ കോഫി ഡേ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കഫേ കോഫി ഡേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് ഓർക്കുന്നുണ്ടോ? മറ്റേ ബുള്ളറ്റ് എടുത്തിട്ട് ലഡാക്കിലേക്ക് ട്രിപ്പ് പോയ മനുഷ്യൻ, മറ്റേ കന്യാകുമാരി ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, റോയൽ എൻഫീൽഡ് അല്ലെ. യെസ്. സോ ഈ 2 കേസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ഡോമിനോസിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഈ 3 കേസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി റെഗുലർ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ 3, ജസ്റ്റ് കഫേ കോഫി ഡേ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചുമ്മാ ഗൂഗിൾ ചെയ്താൽ കുറെ ആർട്ടിക്കിൾസ് ഇടാം. ജസ്റ്റ് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ വന്ന് ഈ ആക്ഷൻ പ്ലാൻ വായിച്ചാൽ എവറിത്തിങ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സോ ആക്ഷൻ പ്ലാൻ ഫോർ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. സി, എന്റെ കമ്പനി നഷ്ടത്തിൽ പോകണം, എനിക്കിത് എങ്ങനെയെങ്കിലും കരകയറ്റം. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, അസസ്മെന്റ് ഓഫ് ദ കറന്റ് പ്രോബ്ലം. അസസ്മെന്റ് ഓഫ് ദ കറന്റ് പ്രോബ്ലം മീൻസ് വാട്ട്? എന്തുകൊണ്ടാണ് എന്റെ കമ്പനി നഷ്ടത്തിൽ പോകുന്നത്? ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. ഇഫ് യു ഐഡന്റിഫൈ ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം, യു ക്യാൻ യൂസ് ഓൾ യുവർ എനർജി ടു സോൾവ് ദ പ്രോബ്ലം. ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല, ഞാൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ട്. സോ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ തോറ്റപ്പോൾ തന്നെ ഞാൻ ആദ്യം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത്? വാട്ട് ഈസ് ദ റീസൺ ഐ ഫെയിൽഡ്?
ഞാൻ മര്യാദക്ക് പഠിക്കാത്തതുകൊണ്ടാണോ? എനിക്ക് മര്യാദക്ക് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണോ? ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പ്ലാനിങ് ഉണ്ടായിട്ടില്ല. എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, എപ്പോൾ തുടങ്ങണം, കറക്റ്റ് സമയത്ത് എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നം. ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇടുന്നു. ഞാൻ സി ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഒരു ഹ്യൂജ് എഫേർട്ട്, കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ റിസൾട്ട് വരുന്നില്ല. ദ മെയിൻ റീസൺ ലാക്ക് ഓഫ് പ്ലാൻ. സോ നമുക്കൊരു പ്ലാൻ വേണം, കൃത്യമായിട്ട് പ്ലാൻ വേണം. ഇന്ന ദിവസം തുടങ്ങിയാൽ ഇന്ന ദിവസം തീർക്കണം, ഇത്ര ദിവസം കൊണ്ട് റിവിഷൻ തീർക്കണം. ആ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോയത്. സോ അസസ്മെന്റ് ഓഫ് ദ കറന്റ് പ്രോബ്ലം, എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത്? ഓക്കെ, എനിക്ക് എന്റെ പ്രശ്നം മനസ്സിലായി. ഓക്കെ, നൗ വാട്ട് ഷുഡ് ഐ ഡു? ഐ ഹാവ് ടു അനലൈസ് ദ സിറ്റുവേഷൻ ആൻഡ് ഡെവലപ്പ് എ പ്ലാൻ. സോ ആദ്യം എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കി. പ്ലാൻ ഉണ്ടാക്കിയാൽ മതിയോ? ഇല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെ? സോ ഇംപ്ലിമെന്റ് ദ പ്ലാൻ. സോ ഫസ്റ്റ് വൺ, എനിക്കിപ്പോ എന്റെ കമ്പനി നഷ്ടത്തിലാണ് പോകുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനെ കരകയറ്റണം. സോ കരകയറ്റം ഞാൻ ആദ്യം ചെയ്തത്, എന്തുകൊണ്ടാണ് നഷ്ടത്തിലായത്? പ്രശ്നങ്ങൾ പഠിച്ചു, അസസ്മെന്റ് ഓഫ് ദ കറന്റ് പ്രോബ്ലം. ദെൻ ഐ ഡെവലപ്ഡ് എ പ്ലാൻ, അല്ലെ? ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തു. പ്ലാൻ ഡെവലപ്പ് ചെയ്താൽ മതിയോ? അത് ഇംപ്ലിമെന്റ് ചെയ്യണം, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്ലാൻ. ഓക്കെ, പിന്നെ ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് നമ്മൾ ഒരുപാട് ചേഞ്ചസുകൾ വരുത്തിക്കേണ്ടി വരും. എടാ, ഇപ്പോൾ ഉള്ള ഈ എംപ്ലോയീസ് കാരണം അല്ലെങ്കിൽ മാനേജ്മെന്റ് കാരണമാണ്, മാനേജ്മെന്റ് തെറ്റായ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലായത്. അപ്പൊ ബിസിനസ്സിൽ ഒരുപാട് ചേഞ്ചസുകൾ ഞാൻ കൊണ്ടുവരേണ്ടി വരും. റീസ്ട്രക്ചറിങ് ദ ബിസിനസ്സിൽ അടിമുടി ചേഞ്ചസുകൾ കൊണ്ടുവരേണ്ടി വരും ചില സമയത്ത്. ദെൻ ഫൈനലി യു വിൽ റിട്ടേൺ ടു നോർമൽ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ റിട്ടേൺ ടു നോർമൽ. സോ 5 സ്റ്റെപ്സ് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് മാറ്റർ ഓഫ് 30 സെക്കൻഡ്സ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, 30 സെക്കൻഡ് ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ഹെഡിങ്സ് ഞാൻ ഇപ്പോൾ സെറ്റ് ആക്കി തരാം. സോ ശ്രദ്ധിക്കാം, എന്താ ക്വസ്റ്റ്യൻ എന്താ മനസ്സിലാക്കാം. ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുടെ ആക്ഷൻ പ്ലാൻ. എനിക്ക് തിരിച്ച് കര കയറണം, എന്റെ ബിസിനസ് നഷ്ടത്തിൽ പോകണം, എനിക്ക് തിരിച്ച് കര കയറണം. എന്താണ് ചെയ്യേണ്ടത് സാർ? പോയിന്റ് നമ്പർ 1, അസസ്മെന്റ് ഓഫ് ദ കറന്റ് പ്രോബ്ലം. ഇപ്പൊ തന്നെ പ്രശ്നം എന്താണെന്ന് പഠിക്കാം. ഓക്കെ, പ്രശ്നം പഠിച്ചാൽ ആ പ്രശ്നം സോൾവ് ആക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഡെവലപ്മെന്റ് ഓഫ് എ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ അത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്ലാൻ. പിന്നെ ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് ചേഞ്ചസുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. റീസ്ട്രക്ചറിങ് ദ ബിസിനസ്. ഇത്രയും ചെയ്താൽ യുവർ ബിസിനസ് വിൽ റിട്ടേൺ ടു നോർമൽ. ഓക്കെ ആണോ? യെസ്. പിന്നെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ദ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി? പോയിന്റ് നമ്പർ 1, ഇതിനകത്ത് 9 പോയിന്റ് ഉണ്ട്. ഓക്കെ, ചേഞ്ചസ് ഇൻ ദ ടോപ്പ് മാനേജ്മെന്റ് ചേഞ്ചസ് കൊണ്ടുവരണം. കാരണം ഈ ടോപ്പ് മാനേജ്മെന്റ് തെറ്റായ തീരുമാനങ്ങൾ കാരണമല്ലേ നമ്മുടെ ബിസിനസ് നഷ്ടത്തിലായത്. സോ ചേഞ്ചസ് ഇൻ ദ ടോപ്പ് മാനേജ്മെന്റ്. ഐഡന്റിഫൈ ദ ക്വിക്ക് പേ ഓഫ് ആക്ടിവിറ്റീസ്. ആർക്കൊക്കെയാണ് പെട്ടെന്ന് പൈസ കൊടുത്ത് തീർക്കാനുള്ളത്? നമുക്ക് ബിസിനസ് എങ്ങനെ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകണം, ഇപ്പൊ ബിസിനസ് റൺ ചെയ്യണം. അപ്പൊ നമ്മൾ കുറച്ച് ക്രെഡിറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് പൈസ കൊടുത്താൽ അവർ റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യും. സോ ഐഡന്റിഫൈ ദ ക്വിക്ക് പേ ഓഫ് ആക്ടിവിറ്റീസ്. മാക്സിമം കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് എടുക്കണം. അനാവശ്യമായ ചെലവുകൾ പാടില്ല. മാക്സിമം പൈസ ഉണ്ടാക്കാൻ നോക്കണം. റവന്യൂ ജനറേഷൻ, അസറ്റ് ലിക്വിഡേഷൻ ഫോർ ജനറേറ്റിംഗ് ക്യാഷ്. ചില സമയത്ത് ചില അസറ്റ്സ് നമ്മൾ വിൽക്കേണ്ടി വരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം നമ്മളിപ്പോൾ നഷ്ടത്തിലോട്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് വിറ്റിട്ടായാലും ചിലപ്പോൾ പൈസ ഉണ്ടാക്കണം. ഉള്ള റിസോഴ്സസ് മാക്സിമം മൊബിലൈസ് ചെയ്യണം. മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എല്ലാ റിസോഴ്സും മൊബിലൈസ് ചെയ്തിട്ട് അതിനെ പ്രോപ്പർ കോർഡിനേഷൻ ചെയ്യണം. ബെറ്റർ ഇന്റേണൽ കോർഡിനേഷൻ. ന്യൂട്രലൈസിംഗ് ദ എക്സ്റ്റേണൽ പ്രഷേഴ്സ്. ഒരുപാട് പ്രഷേഴ്സ് ഉണ്ടാവും നമുക്ക്. ഒരു ബിസിനസ് നഷ്ടത്തിൽ പോകുമ്പോഴാണ് അവരുടെ മാക്സിമം പ്രഷർ ഫേസ് ചെയ്യും. ഒരുപാട് പ്രഷറുകൾ ഉണ്ടാവും നമുക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ബിസിനസ് നഷ്ടത്തിൽ പോകുന്ന സമയത്ത് എല്ലാ ക്രെഡിറ്റേഴ്സും വന്ന പൈസ ഒക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്റെ പൈസ താ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സിനൊക്കെ പാനിക് സിറ്റുവേഷനൊക്കെ, അയ്യോ ഈ കമ്പനി പൂട്ടി പോകാൻ പോവാണോ, ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണോ, ഒരുപാട് പ്രശ്നം. സോ ഒരുപാട് പ്രഷറുകൾ ഉണ്ടാവും. അതൊക്കെ മാക്സിമം ന്യൂട്രലൈസ് ചെയ്യുക ആൻഡ് ഇനീഷ്യേറ്റ് ദ ക്രെഡിബിലിറ്റി ബിൽഡിംഗ് ആക്ഷൻ. ഇപ്പം ഒരു കമ്പനി നഷ്ടത്തിൽ പോകുമ്പോൾ അവിടെ ക്രെഡിബിലിറ്റി അത്രയും വേഴ്സ് ആയിട്ടുണ്ടാവും. സോ ട്രൈ ടു ബിൽഡ് യുവർ ക്രെഡിബിലിറ്റി. കുറച്ച് ക്രെഡിബിലിറ്റി ബിൽഡിംഗ് ആക്ഷൻസ് ഒക്കെ എടുക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി? ഫസ്റ്റ്, ടോപ്പ് മാനേജ്മെന്റ് മാറ്റുക. ഐഡന്റിഫൈ ദ ക്വിക്ക് പേ ഓഫ് ആക്ടിവിറ്റീസ്. മറ്റുള്ളവരെ ന്യൂട്രലൈസ് ചെയ്യുക. പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ചെലവ് കുറയ്ക്കണം, വരവ് കൂട്ടണം, അസറ്റ് വിൽക്കണം. എടാ, പൈസ ഉണ്ടാക്കാൻ 3 വഴിയേ ഉള്ളൂ. നിങ്ങളുടെ ചെലവ് കുറയ്ക്കുക, വരവ് കൂട്ടുക, അസറ്റ് വിൽക്കുക. സോ വിത്ത് കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് കുറയ്ക്കുക, വരവ് കൂട്ടുക, റവന്യൂ ജനറേഷൻ, അസറ്റ് വിൽക്കുക. ഓക്കെ ആണോ? പിന്നെ റിസോഴ്സസ് ഒക്കെ മൊബിലൈസ് ചെയ്ത് പ്രോപ്പർ കോർഡിനേഷൻ വെച്ചിരിക്കണം. മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ബെറ്റർ ഇന്റേണൽ കോർഡിനേഷൻ ആൻഡ് ഇനീഷ്യേറ്റ് ക്രെഡിബിലിറ്റി ബിൽഡിംഗ് ആക്ഷൻ. സോ ശ്രദ്ധിച്ച് കണ്ടും പഠിക്കാം. 8 പോയിന്റ് ഉണ്ട്. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. സോ ഇത് നമ്മുടെ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. പിന്നെ അടുത്തത്, വൈ ഡൈവേഴ്സ്മെന്റ്. എന്താണ് സാർ ഡൈവേഴ്സ്മെന്റ് എന്ന് പറയുന്നത്? ഡൈവേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓർ ലിക്വിഡേഷൻ ഓഫ് എ പോർഷൻ ഓഫ് ദ ബിസിനസ് ഓർ എ മേജർ ഡിവിഷൻ ഓർ എ പ്രോഫിറ്റ് സെന്റർ ഓർ എസ് ബി. എന്റെ എൻറ്റയർ ബിസിനസ് ഞാൻ നിർത്തുന്നില്ല. ബിസിനസിന്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ എന്റെ ഒരു 5 പ്രോഡക്റ്റോ ഞാൻ നിർത്തും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ 2019 ആകുമ്പോൾ ഞാൻ CA പ്രാക്ടീസ് ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഞാൻ ഫോർ എക്സാമ്പിൾ എന്താ പറയാ ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ABC എന്ന് പറയുന്ന സംഭവം അവർ 5 പ്രോഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, A B C D 4 പ്രോഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ Aക്ക് നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ട്, Bക്ക് നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ട്, Dക്ക് നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഓക്കെ, C മാത്രം സെയിൽ ആവുന്നേ ഇല്ല. Cക്ക് ഭയങ്കര സെയിൽ കുറവാണ്.
തീരെ സെയിലില്ല. അവർ കുറേ കഷ്ടപ്പെട്ടു, സിക്ക് സെയിൽസ് കൂട്ടാൻ വേണ്ടി കുറേ പ്രൊമോഷൻ ചെയ്തു, കുറേ അഡ്വർടൈസ്മെന്റ് ചെയ്തു, പക്ഷെ സി മാത്രം നഷ്ടത്തിൽ ഓടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അവർ ആ സി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അവർ നിർത്തി. അതിനാണ് എന്ത് വിളിക്കുക? ഡൈവേഴ്സ്മെന്റ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ടാറ്റക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട് അല്ലെ? ടാറ്റ ഗ്രൂപ്പിന് എന്തൊക്കെ ബിസിനസ് ഉണ്ട്? ടാറ്റയുടെ പവർ ഉണ്ട്, ടാറ്റയുടെ സ്റ്റീൽ ഉണ്ട്, ടാറ്റയുടെ സോൾട്ട് ഉണ്ട്, സോൾട്ട് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, ടാറ്റയുടെ പണ്ട് ഡോകോമോ എന്ന് പറഞ്ഞ സിമ്മും ഉണ്ടായിരുന്നു. ഡോകോമോ കേട്ടിട്ടുണ്ടോ? ഡോകോമോ, യെസ്. അപ്പം ഇതിൽ ഡോകോമോ ഭയങ്കര നഷ്ടത്തിൽ ഓടുമായിരുന്നു. ടാറ്റ എന്ത് ചെയ്തു? ആ ബിസിനസ് അങ്ങ് നിർത്തിവെച്ചു. This is called divestment. So you are just selling or liquidating a portion of the business. Entire business അല്ല ഞാൻ നിർത്തുന്നത്, എന്റെ ബിസിനസ്സിൽ ഒരു പോർഷൻ ഞാൻ അങ്ങ് നിർത്തി വെക്കാണ്. എന്തുകൊണ്ടാണ്? ആ ഒരു പോർഷൻ മാത്രം നഷ്ടത്തിലാണ്, സോ അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി വെക്കാണ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഡൈവേഴ്സ്മെന്റ്. സോ ഡൈവേഴ്സ്മെന്റ് എന്ന് പറയുന്നത് യു ആർ സെല്ലിംഗ് ഓർ ലിക്വിഡേറ്റിംഗ് എ പോർഷൻ ഓഫ് ദ ബിസിനസ് ഓർ മേജർ ഡിവിഷൻ പ്രോഫിറ്റ് സെന്റർ. സോ ഒരു ചോദ്യം വരും, എന്തിനാണ് സർ നമ്മൾ ഡൈവേഴ്സ് ചെയ്യുന്നത്? വൈ ഡൈവേഴ്സ്മെന്റ്? ആസ്ക് മീ വൈ ഡൈവേഴ്സ്മെന്റ്. ഓക്കെ, സോ എത്ര പോയിന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 7 പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ സേ ഫോർ എക്സാമ്പിൾ ഞാനാണ് ടാറ്റയുടെ മുതലാളി. നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തിനാണ് സർ ആ ടാറ്റ ഡോക്യുമെന്റ് നിർത്തിയത്? ചോദിക്കേ സർ, ചോദിക്കടാ, ചോദിക്കുക, ഒരു മടിയും വേണ്ട, ചോദിക്കുക, എന്തിനാണ് സർ ഈ ഡൈവേഴ്സ്മെന്റ് നിർത്തത്? അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, ഹൂ ദ ഹെൽ ആർ യു ടു ആസ്ക് മീ? ഇറ്റ്സ് മൈ ബിസിനസ്, മൈ ലൈഫ്, മൈ റൂൾസ്. എന്റെ ഇഷ്ടം, ഞാൻ ബിസിനസ് എനിക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു, ഞാൻ നിർത്തി. നീ ആരോടെ ചോദിക്കാൻ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? മൈ ലൈഫ്, മൈ റൂൾസ്. മാനേജ്മെന്റ് നോ ലോങ്ങർ വിഷസ് ടു റിമെയിൻ ദ ബിസിനസ്. എനിക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, സോ ഞാൻ നിർത്തി വെച്ചു. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് സർ ഈ ബിസിനസ് നിർത്തിയത്? ഞാൻ നിങ്ങളോട് പറയണം, എന്റെ ബിസിനസ് ഞാൻ എപ്പോൾ തുടങ്ങും, എപ്പോൾ വേണം ഞാൻ കൂട്ടും. നീ ആരോടാ ചോദിക്കുക? സോ മാനേജ്മെന്റ് നോ ലോങ്ങർ വിഷസ് ടു റിമെയിൻ ദ ബിസിനസ്. ഓക്കെ ആണോടാ? യെസ്. എന്തുകൊണ്ടാണ് നോ ലോങ്ങർ വിഷസ്? ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് ലോസസ്. നഷ്ടങ്ങൾ മാത്രമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോടാ? സെറ്റ്. സെക്കൻഡ്, management feels that certain business could be made viable by divesting some other activities. നിങ്ങൾ മറ്റേ ഇത് കേട്ടില്ലേ, ഒന്ന് ചീഞ്ഞാലും മറ്റേതിന് വളമാവും. അതുപോലെ ചില ബിസിനസ് നിർത്തി വെച്ചാൽ മാത്രമേ മറ്റു ചില ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവും. നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് വിചാരിക്കരുത്. ചില ബിസിനസ് നഷ്ടമാണെങ്കിൽ അത് നിർത്തി വെച്ചാൽ മാത്രമേ മറ്റു ചില ബിസിനസ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ബിസിനസ് വളരത്തുള്ളൂ. സോ മാനേജ്മെന്റ് ഫീൽ ദാറ്റ് certain business can be made viable by divesting some other business. Okay ആണോടാ? യെസ്. Then business acquired proves to be mismatched. ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് അത് എനിക്ക് വർക്കുള്ള ബിസിനസ് അല്ലടാ. ഞാൻ പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അത് എനിക്ക് വർക്കുള്ള ബിസിനസ് അല്ല. എനിക്ക് വർക്കുള്ള ബിസിനസ് അല്ലെങ്കിൽ അത് ഞാൻ നിർത്തി വെക്കുന്നതായിരിക്കും നല്ലത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ചിലപ്പം ക്ലാസ്സിൽ പാട്ട് പാടും. അപ്പൊ കുട്ടികൾ പറയും, സാറേ പ്ലീസ് സാർ പാട്ട് പാടരുത് സാർ. അത് എനിക്ക് വർക്കുള്ള പണിയല്ല. പാട്ട് പാടാൻ നല്ല കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ പാട്ട് പഠിപ്പിക്കും. അതേസമയം ഞാൻ ഒരു പാട്ട് പാടിയാൽ സംഭവിക്കുക, കുട്ടികൾ പറയും സാർ പ്ലീസ് എന്ന് പറയും. സോ എനിക്ക് പറഞ്ഞുള്ളതെങ്കിൽ ഞാൻ അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് എനിക്ക് പറഞ്ഞുള്ള ബിസിനസ് അല്ല. സോ ബിസിനസ് അക്വയർഡ് പ്രൂവ്സ് ടു ബി മിസ്മാച്ച്. പിന്നെ പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ, നഷ്ടങ്ങൾ വരുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ബിസിനസ് നിർത്തി. സിവിയറിറ്റി ഓഫ് കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയി. സേ ഫോർ എക്സാമ്പിൾ ജിയോ മാർക്കറ്റിൽ വന്ന സമയത്ത് കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയി. സോ കുറെ ബിസിനസ് നമ്മൾ നിർത്തി വെച്ചു അല്ലെ. പിന്നെ ഫെയിലിയർ ടു ഡു ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ. ഇനി ബിസിനസ്സിൽ മുന്നോട്ട് പോകണമെങ്കിൽ വി ഹാവ് ടു അപ്ഗ്രേഡ് അവർ ടെക്നോളജി, പക്ഷെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാശ് എന്റെ കയ്യിലില്ല. സോ ഫെയിലിയർ ടു ഡു ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ബെറ്റർ ഓൾട്ടർനേറ്റീവ് മേ ബി അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഈ ബിസിനസ്സിൽ ഇടുന്ന പൈസ മറ്റേ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇടുന്ന പൈസ, ഇപ്പൊ എനിക്ക് ടാറ്റ ഡോക്കോമോയിൽ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എടുത്ത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺസ് കിട്ടും. വെറുതെ എന്തിനും നഷ്ടത്തിലോടുന്ന ടാറ്റ ഡോക്കോമോയിൽ പൈസ ഇടുന്നത്. സോ ബെറ്റർ ഓൾട്ടർനേറ്റീവ് എൽസ്വെയർ. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 5-6 പോയിന്റ് ഓർത്ത് വെക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, മൈ ലൈഫ്, മൈ റൂൾസ്. മാനേജ്മെന്റ് നോ ലോങ്ങർ വിഷസ് ടു കണ്ടിന്യൂ. പിന്നെ ഒന്ന് കഴിഞ്ഞാൽ മറ്റേതിന് വളമാവും. എന്താണ്? സർട്ടൻ ബിസിനസ് വയബിൾ ആകണമെങ്കിൽ മറ്റു ചില ബിസിനസ് നമ്മൾ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? പിന്നെ എനിക്ക് വർക്കുള്ള പണിയല്ലടാ. എന്താണ്? ബിസിനസ് അക്വയർഡ് പ്രൂവ്സ് ടു ബി മിസ്മാച്ച് അല്ലെ. പിന്നെ കണ്ടിന്യൂസ് ലോസസ്. എന്താണ്? പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. പിന്നെ ജിയോ എന്താണ്? സിവിയറിറ്റി ഓഫ് കോമ്പറ്റീഷൻ അല്ലെ. പിന്നെ ഫെയിലിയർ ടു ഡു ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ. പിന്നെ ബെറ്റർ ഓൾട്ടർനേറ്റീവ് എൽസ്വെയർ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ റീട്രെൻച്ച്മെന്റ് സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഫൈൻ ആണോ? സോ വി ആർ ഡൺ വിത്ത് റീട്രെൻച്ച്മെന്റ് സ്ട്രാറ്റജി. നൗ വി ആർ going to learn growth or expansion strategy. എന്താണ്? growth or expansion strategy. ഓക്കെ ആണോടാ? സോ growth or expansion strategy എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ചാർട്ട് ഒന്ന് കാണണം. അതിന്റെ ചാർട്ട് ഞാൻ എവിടെയോ വരച്ചിട്ടുണ്ട്. ദേ കാണാം, ഇതാണ് നമ്മുടെ ചാർട്ട്. കാണുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ ഈ ചാർട്ട്? ഓക്കെ, സോ എക്സ്പാൻഷൻ ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് തരാം. ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണലിനകത്ത് വീണ്ടും 2 ടൈപ്പ് ഉണ്ട്, ഇന്റൻസിഫിക്കേഷനും ഡൈവേഴ്സിഫിക്കേഷനും. ഇന്റൻസിഫിക്കേഷൻ അത് വീണ്ടും മാർക്കറ്റ് പെനട്രേഷൻ, മാർക്കറ്റ് ഡെവലപ്മെന്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്.
ഓക്കെ, പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ അത് വെർട്ടിക്കൽ, ഹോറിസോണ്ടൽ, കോൺസെൻട്രിക്, കോൺഗ്ലോമറേറ്റ്, പിന്നെ ടോപ്പിക് ഉണ്ട് ഇന്നോവേഷൻ. ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ അത് മെർജേഴ്സ് ആൻഡ് അക്വിസിഷനും സ്ട്രാറ്റജിക് അലയൻസും പഠിക്കാണ്ട്. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ അത് വെർട്ടിക്കൽ, ഹോറിസോണ്ടൽ, കോൺസെൻട്രിക്, കോൺഗ്ലോമറേറ്റ്, വീണ്ടും 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 ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ഓക്കെ ആണോടാ? സോ ഇത് കാണുമ്പോൾ വലിയ ടോപ്പിക്കായിട്ട് തോന്നും, പക്ഷെ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ May 24 ഇവരിൽ നിന്നും 5 മാർക്കിന് ചോദ്യം വന്നു, ഇവരിൽ നിന്നും 5 മാർക്ക് ചോദ്യം വന്നു. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നത് ഈ എക്സ്പാൻഷൻ സ്ട്രാറ്റജിയിലാണ്. ഒരു ചാപ്റ്ററിന് മാക്സിമം 10 മാർക്കിന്റെ ചോദ്യം വരും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ചാപ്റ്ററിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നതും എക്സ്പാൻഷൻ സ്ട്രാറ്റജിയിലാണ്. സ്റ്റെബിലിറ്റി ഒന്നും ചോദിച്ചില്ല, റിട്രെഞ്ച്മെന്റ് ഒന്നും ചോദിച്ചില്ല, സ്ട്രാറ്റജിക് ഓപ്ഷൻസ് ഒന്നും ചോദിച്ചില്ല. കംപ്ലീറ്റ് 10 മാർക്ക് ചോദിച്ചത് എക്സ്പാൻഷനാണ്. സോ ഇവനൊരു വില്ലനാണ് മക്കളെ, ഇവനെ മിസ് ചെയ്യരുത്, ഇവനെ വിട്ട് കളയരുത്. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക്? ഓക്കെ, നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി? ഓക്കെ, ജസ്റ്റ് ലൈക്ക് നമ്മുടെ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയുടെ ക്യാരക്ടറിസ്റ്റിക്സും റീസൺസും പഠിച്ചതുപോലെ തന്നെ ഇവിടെ എക്സ്പാൻഷൻ സ്ട്രാറ്റജിയിൽ എന്ത് പഠിക്കാനുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സും റീസൺസും. ഓക്കെ, സി ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർമ്മയുണ്ടെങ്കിൽ അതിന്റെ പക്ക ഓപ്പോസിറ്റ് ആണ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗ്രോത്ത് സ്ട്രാറ്റജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയുടെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. കൊള്ളാരെ പടി അല്ലെ? സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. ഓക്കെ ആണോ? അവിടെ നമ്മൾ പറഞ്ഞു നോ റീഡെഫിനിഷൻ ഓഫ് ബിസിനസ്. നമ്മൾ പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇത് ഗ്രോത്ത് സ്ട്രാറ്റജി. എനിക്ക് വളരണം, ഞാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് റീഡെഫിനിഷൻ ഓഫ് ബിസിനസ്. അവിടെ പറഞ്ഞു റിസ്ക് ലെസ്സാ, ഇവിടെ എന്താ റിസ്ക് ഹൈയാ അല്ലെ? അവിടെ റിസ്ക് കുറയുമ്പോൾ അവിടെ റിവാർഡ്സും കുറയും, ഇവിടെ റിസ്ക് കൂടുന്നു അപ്പൊ റിവാർഡ്സും അതിനനുസരിച്ച് കൂടും അല്ലെ? അത് ക്വൈറ്റ് മോഡസ്റ്റ് പഴഞ്ചൻ ചിന്താഗതിയാ. ഇത് മാമോത്ത് ഗ്രോത്ത് ആംബിഷൻ. നിനക്ക് എന്താ പറയുക, ഫേം വിത്ത് മാമോത്ത് ഗ്രോത്ത് ആംബിഷൻ. ഭീകരമായ രീതിയിൽ നിനക്ക് വളരണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഗ്രോത്ത് സ്ട്രാറ്റജി. ഭീകരമായ രീതിയിൽ നിനക്ക് വളരണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഗ്രോത്ത് സ്ട്രാറ്റജി. അവിടെ ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അധികം വേണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ എന്താ പറയാ? ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ്. പിന്നെ ഇതൊരു ഹൈലി വേഴ്സറ്റൈൽ സ്ട്രാറ്റജിയാണ്. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വി വിൽ ഡിസ്കസ് അബൌട്ട് ഓൾ ദോസ് ഓപ്ഷൻസ് ഹിയർ. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സ്ട്രേറ്റ് അവേ മൂവിംഗ് ടു മേജർ റീസൺസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ഇറ്റ് ആസ് എ 5-star ക്വസ്റ്റ്യൻ. എന്തിനാണ് സാർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? വെൻ ഷുഡ് വി ഗോ ഫോർ എക്സ്പാൻഷൻ സ്ട്രാറ്റജി? അല്ലെങ്കിൽ വാട്ട് ഇസ് ദ റീസൺ ഫോർ എക്സ്പാൻഷൻ സ്ട്രാറ്റജി? ഫസ്റ്റ് വൺ, environment demands. It becomes imperative when the environment demands. First point, environment demands. We have no other option because environment is demanding for an expansion. You should go for expansion strategy. Environment is demanding for an expansion. You should go for expansion strategy. Say for example, ഇപ്പൊ മാരുതി സുസുക്കിയുടെ മാർക്കറ്റ് ഷെയർ കുറയാണ്. കാരണം എന്താ? മാരുതി സുസുക്കി ഇതുവരെ ഇലക്ട്രിക് കാർസ് ഇറക്കിയിട്ടില്ല. Because now the environment is demanding for an electric cars, and Maruti is saying that എല്ലാവരും electric cars ആയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് ഞാൻ electric cars ഇറക്കാം. When the environment is demanding and if you are not responding to the environment, the market share ഇടിയും. Something which is already happened in Maruti Suzukiയുടെ market share ഇടിഞ്ഞു. ടാറ്റ ഇലക്ട്രിക് കാർസ് ഇറക്കി, കിയ ഇലക്ട്രിക് കാർസ് ഇറക്കി, മഹീന്ദ്ര ഇലക്ട്രിക് കാർസ് ഇറക്കി, വേറെ ആരൊക്കെയോ ഇലക്ട്രിക് കാർസ് ഇറക്കി. പക്ഷെ മാരുതി ഇറക്കിയോ? ഇല്ല. അപ്പൊ ബാക്കി എല്ലാ കാറുകളും മാരുതി പറയാണ് എന്റെ മാർക്കറ്റ് ഷെയർ വളരെ ഹൈ ആണ്, എനിക്ക് 50% മാർക്കറ്റ് ഷെയർ ഇருக்கு, ഉങ്കിട്ട മാർക്കറ്റ് ഷെയർ ഇരിക്ക എന്ന് മാരുതി സുസുക്കി പറയുമ്പോൾ ടാറ്റ അവിടെയൊക്കെ മാർക്കറ്റ് ഷെയർ കുറവായി. ടാറ്റ, കിയ അവിടെയൊക്കെ മാർക്കറ്റ് ഷെയർ വളരെ ചെറുതാ. അപ്പൊ ഇവരെങ്ങനെയാണ് മാരുതിനെ കളിയാക്കുന്നത്? ഉങ്കിട്ട ഇലക്ട്രിക് കാർസ് ഇരിക്ക. സോ ഇവിടെ പറയുന്നത് എൻവയറൺമെന്റ് ഡിമാൻഡ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? എൻവയറൺമെന്റ് ഡിമാൻഡ്സ്. When the environment is demanding for an expansion, you should go for expansion strategy. എടാ ഇത് വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. Don't pressurize yourself. It's very simple concept. Just listen here. Okay, so first point എന്താ പറയുന്നത്? Environment demands. When the environment is demanding for expansion, you should go for expansion strategy. Second one, strategists feel more satisfied with the prospect of growth. എടാ ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം തോന്നും? നിങ്ങൾ ബിസിനസ് വളരുമ്പോഴാണോ അത് ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴാണോ? സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, എനിക്ക് ഇനി വളരണ്ട, എനിക്ക് ഉള്ളതൊക്കെ വെച്ച് ഞാൻ ജീവിച്ചോളാം. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം തോന്നാം? സർ നമ്മുടെ ബിസിനസ് വളരുമ്പോഴല്ലേ സാർ നമുക്ക് സന്തോഷം തോന്നാം? സോ സ്ട്രാറ്റജിസ്റ്റ് ഫീൽ മോർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോസ്പെക്ട് ഓഫ് ഗ്രോത്ത്. സോ വൈ ഷുഡ് വി ഗോ ഫോർ എക്സ്പാൻഷൻ സ്ട്രാറ്റജി? ബിക്കോസ് വി ഫീൽ മോർ ഹാപ്പിനെസ്, വി ഫീൽ മോർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോസ്പെക്ട് ഓഫ് ഗ്രോത്ത്. പിന്നെ ഇഫ് യു വോണ്ട് ടു ഹാവ് ഗ്രേറ്റർ കൺട്രോൾ ഓഫ് ദ മാർക്കറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ വളർന്നേ പറ്റൂ. നീ വളർന്ന് വേറെ ലെവലായാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ആൻഡ് മോർ ഓവർ എക്സ്പീരിയൻസ് കർവിനും എക്കണോമിക്സ് ഓഫ് സ്കെയിലിനും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ യു ഷുഡ് ഗോ ഫോർ expansion strategy. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 4 പോയിന്റ്സ് പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണ് 4 പോയിന്റ്സ്? When the environment demands,
when the environment demands. Environment demand, see, when the environment is demanding, you have no other option, you have to go for expansion strategy. വളർന്നേ പറ്റൂ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികൾക്ക്, സി നമ്മൾ മലയാളം ഫാക്കൽറ്റീസ്, നമ്മൾ മല്ലു ഫാക്കൽറ്റീസ് യൂട്യൂബ് മര്യാദക്ക് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, നമ്മുടെ കുട്ടികൾ ഇപ്പൊ റെഗുലർ ക്ലാസ്, ഇപ്പൊ എൻ്റെ അടുത്ത് റെഗുലർ ക്ലാസ് വാങ്ങുന്നൊരു കുട്ടി, ഞാനായിരിക്കും ആ കുട്ടിക്ക് ബേസ് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, പക്ഷേ ആ എക്സാമിന്റെ സമയത്ത് നമ്മളിപ്പം നമ്മൾ റിവിഷൻ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ റിവിഷൻ വീഡിയോസ് കാണാം. ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നത്, ആഹാ കൊള്ളാലോ, സഞ്ജയ് സാറിനേക്കാൾ നന്നായിട്ട് ഈ ഫാക്കൽറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആ ഫാക്കൽറ്റിയുടെ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നു. ശരിയല്ലേ? യെസ്. സോ നൗ എൻവയൺമെന്റ് ഇസ് ഡിമാൻഡിങ് ഫോർ റിവിഷൻ വീഡിയോസ്. യൂട്യൂബിൽ റിവിഷൻ വീഡിയോ ഇട്ടേ പറ്റൂ. ഇപ്പൊ നീ മാർക്കറ്റിൽ, നീ ഇപ്പൊ യൂട്യൂബിൽ റിവിഷൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നീ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. നിന്റെ അടുത്ത് റെഗുലർ ക്ലാസ് കാണും, കുട്ടികൾ യൂട്യൂബിൽ വേറെ ഫാക്കൽറ്റീസിന്റെ റിവിഷൻ വീഡിയോസ് കേൾക്കും, അവരുടെ അടുത്തായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുക. So now the environment is demanding for all the CA Mallu faculties to start a YouTube channel, start the videos ittondirikkana. So we are now working on it. So when the environment demands for expansion, we have to expand. Point number 1. Point number 2, strategists feel more satisfied with the prospect of growth. നമുക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത് എപ്പോഴാണ്, വളരുമ്പോഴാണ്. Third one, greater control over the market. Market control ചെയ്യണമെങ്കിൽ മക്കളെ, you need to grow. And last one, to get the benefit of experience curve and economies of scale. I hope you know what is experience curve and economies of scale. If you don't know, go back to chapter number 2. Chapter number 2 experience curve and economies of scale പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാം. Okay? Yes. Next, ഞാൻ പറഞ്ഞു ഗ്രോത്ത് ഓർ എക്സ്പാൻഷൻ സ്ട്രാറ്റജി രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണൽ എക്സ്റ്റേണൽ നമുക്ക് പിന്നെ പഠിക്കാം. ഇന്റേണൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റൻസിഫിക്കേഷനും ഡൈവേഴ്സിഫിക്കേഷനും. ഇന്റൻസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് മാർക്കറ്റ് പെനട്രേഷൻ, മാർക്കറ്റ് ഡെവലപ്മെന്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. ഓക്കെ ആണോ? യെസ്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷനിൽ കോൺസെൻട്രിക്, കോൺഗ്ലോമറേറ്റ്, ഇന്നോവേഷൻ. സി, ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കോൺസെൻട്രിക്കിന്റെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് വെർട്ടിക്കലും ഹോറിസോണ്ടലും തന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇത് ഡിഫറെന്റ് ടോപ്പിക്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടാവുക. സി, ഒന്നുകൂടി പറയാം, ഐസിയുടെ സ്റ്റഡി മെറ്റീരിയൽ കോൺസെൻട്രിക്കിന്റെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് വെർട്ടിക്കൽ ഡൈവേഴ്സിഫിക്കേഷനും ഹോറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ തന്നിട്ടുള്ളത്. ബട്ട് ദേ ആർ നോട്ട് actually forming part of concentric. Other different ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ലെറ്റ്സ് ലേൺ വെർട്ടിക്കൽ, ഹോറിസോണ്ടൽ, കോൺസെൻട്രിക്, കോൺഗ്ലോമറേറ്റ് ഡിഫറെന്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചാൽ മതി. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. സി, ഈ മൂന്ന് ടോപ്പിക് വി വിൽ ഡിസ്കസ് ഇൻ ആൻസ് ഓഫ് മെട്രിക്സ്. നമ്മൾ ഇത് എവിടെ പഠിക്കും? ആൻസ് ഓഫ് മെട്രിക്സിൽ പഠിക്കും. സോ ആസ് ഓഫ് നൗ നമുക്കത് ജസ്റ്റ് ഒന്ന് അവിടെ പെൻഡിങ് വെക്കാം. നമ്മൾ ഇതേ ചാപ്റ്ററിനകത്ത് നമ്മൾ സ്ട്രാറ്റജിക് ഓപ്ഷൻസിനകത്ത് ആൻസ് ഓഫ് മെട്രിക്സ് പഠിക്കുന്ന സമയത്ത് ഈ മൂന്ന് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണോടാ? സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് horizontal, vertical, concentric, conglomerate. Okay ആണോടാ? അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ഫസ്റ്റ് ലെറ്റ് മീ ബിഗിൻ വിത്ത്, ഏത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. സി, നമുക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ ഡൈവേഴ്സിഫിക്കേഷനെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനും ഒന്ന് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനും. ഓക്കെ, ഈ അൺറിലേറ്റഡ് ഈ റിലേറ്റഡിലാണ് എന്തൊക്കെ വരുന്നത്? ഈ വെർട്ടിക്കൽ, ഹോറിസോണ്ടൽ, കോൺസെൻട്രിക് അതൊക്കെ വരുന്നത്. ഓക്കെ ആണോ? ഈ അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണത് കോൺഗ്ലോമറേറ്റ്. ഓക്കെ ആണോടാ? അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണത് കോൺഗ്ലോമറേറ്റ്. സർ, എന്താണ് സർ കോൺഗ്ലോമറേറ്റ്? കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് യു ആർ സ്റ്റാർട്ടിംഗ് എ ന്യൂ ബിസിനസ് വേർ യുവർ ന്യൂ ബിസിനസ് ഇസ് ടോട്ടലി അൺറിലേറ്റഡ് വിത്ത് യുവർ എക്സിസ്റ്റിംഗ് ബിസിനസ്. എക്സാമ്പിൾ ഞാൻ പറയാം, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ITC എന്ന് കമ്പനി കേട്ടിട്ടില്ലേ? യെസ്. ദേ സ്റ്റാർട്ടഡ് ദി ബിസിനസ് വിത്ത് ടൊബാക്കോ. അവർ ടൊബാക്കോയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അവർ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഏതൊരു ബിസിനസ്? സേ ഫോർ എക്സാമ്പിൾ സൺഫീസ്റ്റിന്റെ ബിസ്ക്കറ്റ്, സൺഫീസ്റ്റിന്റെ വേറെ നല്ല കുക്കീസ്, ഇതൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. എടാ, ബിസ്ക്കറ്റ് ബിസിനസ്സും സിഗരറ്റ് ബിസിനസ്സും ആർ ദേ റിലേറ്റഡ് ടു ഈച്ച് അതർ? നോ സർ, ദേ ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ സർ. സോ യുവർ ന്യൂ ബിസിനസ് ഈസ് totally unrelated to your existing business. This is called conglomerate diversification. എന്താ പറഞ്ഞ conglomerate diversification എന്ന് പറഞ്ഞാൽ your new business is totally unrelated. Your new business is having no linkage with your existing business. Your new business is completely disjointed with your existing business. Your new business is totally unrelated to your existing business. Your new business, there is no PTM connection. Sir, what do you mean by PTM connection? PTM means process, technology, marketing. എടാ, സിഗരറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ് ആണോ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്? അല്ല. സിഗരറ്റ് ഉണ്ടാക്കുന്ന ടെക്നോളജി ആണോ ബിസിനസ് ഉണ്ടാക്കുന്ന ടെക്നോളജി? അല്ല. എടാ, സിഗരറ്റ് ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് എനിക്ക് ബിസ്ക്കറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സോ PTM കണക്ഷൻ പോലും ഇല്ല. എന്റെ ന്യൂ ബിസിനസ്സും എക്സിസ്റ്റിംഗ് ബിസിനസ് തമ്മിൽ ഒരു കോമൺ ത്രെഡും ഇല്ല. ഓക്കെ ആണോ? നോക്കിയേ, സിമെന്റ് മാനുഫാക്ചർ ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഓഫ് സ്റ്റീൽ ആൻഡ് റബ്ബർ. സിമെന്റ് ഉണ്ടാക്കുന്ന സ്റ്റീലിന്റെ ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല സാർ. So this is known as conglomerate diversification, where your new business is totally unrelated with your existing business. I hope you are able to understand this concept. Okay, oda conglomerate diversification oda concept ningalku manasilavunnoda? Yes sir.
അങ്ങനെയാണ് നമുക്ക് വേർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകാം. വേർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓക്കെ ആണോ? ഈ വേർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് ദ ഫേം റിമെയിൻസ് വേർട്ടിക്കലി ലിങ്ക്ഡ് ടു ദ പ്രോഡക്റ്റ് പ്രോസസ് ചെയിൻ. Firm remains vertically in the vertically linked product process chain. Say for example, ആദ്യം product process chain എന്താണെന്ന് മനസ്സിലാക്കാം. Say for example, ഞാൻ കണ്ണൻദേവൻ ബിസിനസ്, കണ്ണൻദേവൻ ഓക്കെ, ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് കണ്ണൻദേവൻ ചായപ്പൊടി അല്ലേ. കണ്ണൻദേവന് എന്താ ചെയ്യുക? കണ്ണൻദേവൻ കുറെ തേയില വാങ്ങിയിട്ട് അത് പൊടിച്ചിട്ട് പാക്കറ്റിലാക്കിയിട്ട് അത് വെക്കും, ശരിയല്ലടാ? അത് പൊടിച്ചിട്ട് പാക്കറ്റിലാക്കിയിട്ട് വെക്കും, ശരിയല്ലടാ? യെസ്. സോ കണ്ണൻദേവന്റെ ഇൻപുട്ട് എന്താ? കണ്ണൻദേവന്റെ ഇൻപുട്ട് തേയില അല്ലെ, ടീ ലീവ്സ് അല്ലെ, ടീ ലീവ്സ് ആണ് കണ്ണൻദേവന്റെ ഇൻപുട്ട്. ഓക്കെ, ഈ ഇൻപുട്ട് കണ്ണൻദേവൻ എന്ത് ചെയ്യും? ഇത് പ്രോസസ് ചെയ്യും, ഇത് പൗഡർ ആക്കും, എന്നിട്ട് ഇത് പാക്കേജ് ചെയ്യും, പാക്കറ്റിലാക്കും. എന്നിട്ട് ഈ ചായപ്പൊടിയുടെ പാക്കറ്റാണ് കണ്ണൻദേവൻ എന്ത് ചെയ്ത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വെക്കുന്നത്. സൂപ്പർ മാർക്കറ്റ്സിലും അല്ലെങ്കിൽ ചായക്കട അല്ലെ, ടീ ഷോപ്സിലും വെക്കും, ശരിയല്ലടാ? ശരിയല്ലേ? യെസ്. നൗ ലെറ്റ്സ് മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. മിൽമയുടെ ഇൻപുട്ട് എന്താ? പാല് അല്ലെ, പാൽ, മിൽക്ക്. ഈ മിൽക്ക് അവർ എന്ത് ചെയ്യും? ഇവർ പാസ്ചറൈസ് ചെയ്യും, പിന്നെ പാക്കറ്റിലാക്കും, എന്നിട്ട് ഷോപ്സിൽ വെക്കും, ശരിയല്ലടാ? ശരിയല്ലടാ? യെസ്. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോഡക്റ്റ് പ്രോസസ് ചെയിൻ. ഓക്കെ ആണോ? ഇതിനാണ് എന്ത് വിളിക്കുന്നത്? പ്രോഡക്റ്റ് പ്രോസസ് ചെയിൻ. ജസ്റ്റ് ഇമാജിൻ മിൽമ ഈസ് എൻറ്ററിങ് ദ ബിസിനസ് ഓഫ് ഇൻപുട്ട് പ്രൊവൈഡർ. മിൽമ ഇത്രയും കാലം പാല് മറ്റുള്ള ക്ഷീര കർഷകർ, ഡയറി ഫാർമേഴ്സിന്റെ അടുത്താണ് പാല് വാങ്ങിക്കൊണ്ടിരുന്നത്. മിൽമ അറ്റ് എ പോയിന്റ് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാ ഇവരുടെ വാങ്ങുന്നത്? നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു പശുവിനെ വാങ്ങിക്കളയാം, നമുക്ക് തന്നെ സ്വന്തമായിട്ട് കുറെ പശു, ബഫലോസ് ഒക്കെ നമുക്ക് തന്നെ വാങ്ങിയിട്ട് നമുക്കൊരു കൃഷി സ്റ്റാർട്ട് ചെയ്യാം, ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്യാം. സോ നൗ ദ മിൽമ ഈസ് എൻറ്ററിങ് ഇൻ ടു ദ ബിസിനസ് ഓഫ് ദ ഇൻപുട്ട് പ്രൊവൈഡേഴ്സ്. മിൽമയുടെ ഇൻപുട്ട് പ്രൊവൈഡേഴ്സ് ആരായിരുന്നു? പാല്. ഇൻപുട്ട് എന്താണ്? പാൽ ആരാ തരുന്നത്? ക്ഷീര കർഷകർ. അവരുടെ ബിസിനസ് മിൽമ സ്റ്റാർട്ട് ചെയ്യണം. മിൽമ is entering into the business of input providers. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ. ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ, where you are entering into the business of the input providers. Okay, you are entering into the business of input providers. നിങ്ങളുടെ ഇൻപുട്ട് പ്രൊവൈഡേഴ്സിന്റെ ബിസിനസ്സിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ കണ്ണൻദേവൻ സ്വന്തമായിട്ട് തേയില കൃഷി വാങ്ങി വിചാരിക്കാം. തേയിലയുടെ കൃഷി സ്റ്റാർട്ട് ചെയ്തു. ഒരു സേ ഫോർ എക്സാമ്പിൾ കണ്ണൻദേവൻ മൂന്നാറിൽ വന്നിട്ട് കുറേ ടീ പ്ലാന്റേഷൻ അങ്ങ് പാട്ടത്തിനെടുത്തു, ലീസിനെടുത്തു. ഓക്കെ, സോ സ്വന്തമായിട്ടുള്ള കുറേ തേയില കൃഷിയുണ്ട്. സോ അവിടുത്തെ തേയില വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? പൗഡർ ഉണ്ടാക്കുന്നത്, ടീ പൗഡർ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ കണ്ണൻദേവൻ entered into the business of tea leaves, തേയില കൃഷി. Okay, so when Kannandevan entered into the business of their input provider, that is called backward integration. Just imagine മിൽമ ഇനി മുതൽ ഷോപ്പുകാർക്ക് പാല് കൊടുക്കുന്നതിന് കൂടെ തന്നെ മിൽമ സ്വന്തമായിട്ട് കുറെ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം മിൽമയുടെ കുറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് അല്ലെ. മിൽമയുടെ സ്വന്തം എക്സ്ക്ലൂസീവ് മിൽമയുടെ പ്രോഡക്ട്സ് മാത്രം കൊടുക്കുന്ന കുറെ ഔട്ട്ലെറ്റ്സ് ഇല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ? യെസ്. സോ മിൽമ is now entering into the business of the person who is using their existing product. മിൽമയുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എന്താ? പാല്. സോ മിൽമ ഈ പാൽ ആർക്കാണോ വിറ്റോണ്ടിരുന്നത് അവരുടെ ബിസിനസ് മിൽമ സ്റ്റാർട്ട് ചെയ്യണം. മിൽമ പണ്ടി പാൽ ആർക്കാ വിറ്റോടുന്നത്? ഷോപ്സിൽ വിറ്റോണ്ടിരിക്കുമായിരുന്നു. സോ മിൽമ ഇപ്പൊ സ്വന്തമായിട്ട് കുറെ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. This is called forward integration. I hope you are able to understand the concept. So backward integration means you are entering into the business of input providers, and forward integration means you are entering into the business of those people who are using your existing product. നിന്റെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആരാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ കണ്ണൻദേവൻ സ്വന്തമായിട്ടൊരു ചായക്കട സ്റ്റാർട്ട് ചെയ്തു. That is called ഫോർവേഡ് ഇന്റഗ്രേഷൻ. പണ്ട് കണ്ണൻദേവൻ ചായക്കടക്കാർക്കാണ് ചായപ്പൊടി വിറ്റോണ്ടത്. ഇപ്പൊ കണ്ണൻദേവൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്? ചായക്കട സ്റ്റാർട്ട് ചെയ്യണം. ഇതെന്താണ്? ഫോർവേഡ് ഇന്റഗ്രേഷൻ. സോ നോക്കി, ഫോർവേഡ് ഇന്റഗ്രേഷൻ എൻട്രിങ് ഇൻ ടു ദ ബിസിനസ് ദാറ്റ് യൂസ് ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നിന്റെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആരാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാണ്? നീ ഇറങ്ങാണ്. ദാറ്റ് ഇസ് കോൾഡ് ഫോർവേഡ് ഇന്റഗ്രേഷൻ. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്, ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. സോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്, ബട്ട് സിൻസ് ഇറ്റ്സ് റിവിഷൻ വീഡിയോ അത്യാവശ്യം വേണ്ട കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട് ഇൻ ദ കോൺസെപ്റ്റ് പ്ലീസ് ഡു വാട്സ്ആപ്പ്. ഓക്കെ, ഐ ഹോപ്പ് യു നോ വാട്ട്സ് മൈ വാട്സ്ആപ്പ് നമ്പർ 8075450932. അടുത്ത ആഴെ ലിങ്കിൽ ഉണ്ടാവും കേട്ടാ. Okay, so next, horizontal diversification. Horizontal diversification means you are acquisition of one or more similar business operating at the same stage of production marketing chain. നിങ്ങളുടെ അതേ ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് നിങ്ങളുടെ കോമ്പറ്റീറ്ററിലെ അവനെ അങ്ങ് അക്വയർ. യു ആർ അക്വയറിംഗ് യുവർ കോമ്പറ്റീറ്റർ. എന്താണ്?
Horizontal diversification എന്ന് പറഞ്ഞാൽ you are acquiring your competitors. Say for example, Facebook acquired Instagram. Tata acquired Jaguar. So Tata is a automobile, car. So same business in that നിങ്ങൾ competitor നിങ്ങൾ acquire. When you are acquiring your competitor, that's called horizontal diversification. When you are acquiring your competitor, say for example, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നു. ഇതാണ് RM1. അതേ റോ മെറ്റീരിയൽസ് കൊടുത്ത വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, RM2. ഈ RM1 acquired RM2. എന്താണ്? ബോത്ത് ആർ ദ സെയിം ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ. സോ നിങ്ങളുടെ കോമ്പറ്റീറ്റർ നിങ്ങൾ അങ്ങ് അക്വയർ, ദാറ്റ് ഇസ് കോൾഡ് ഹോറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ. സോ ബേസിക്കലി ഇത്രയും ആലോചിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റർ അക്വയർ ചെയ്താൽ ദാറ്റ് ഇസ് കോൾഡ് ഹോറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. അടുത്തത് വരുന്നത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ കുറിച്ച് ഇവിടെ കൂടുതൽ പറയുന്നില്ല. സോ നമുക്ക് ഇവിടെ ഞാൻ പറയാം കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു റിലേറ്റഡ് ബിസിനസ് ആണ്. യു ആർ സ്റ്റാർട്ടിംഗ് എ ന്യൂ ബിസിനസ് അല്ലെങ്കിൽ യു ആർ സ്റ്റാർട്ടിംഗ് എ ന്യൂ പ്രോഡക്റ്റ് which is related to your existing product, either through process or technology or marketing. സേ ഫോർ എക്സാമ്പിൾ, അമുൽ എന്ന ബ്രാൻഡ് ആദ്യം പാല് മാത്രമായിരുന്നു വിറ്റോണ്ടിരുന്നത്. ഇപ്പൊ പാലിന്റെ കൂടെ തന്നെ അവർ എന്തുകൂടി വിൽക്കാൻ തുടങ്ങി? തൈരും കൂടി വിൽക്കാൻ തുടങ്ങി. സി പാലിൽ നിന്ന് തൈര്, വേറെ ന്യൂ പ്രോഡക്റ്റ് ഇസ് തൈര്, കേർഡ് അല്ലെ. സോ വേറെ ന്യൂ പ്രോഡക്റ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സ്പിൻ ഓഫ് യുവർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നീ ഓൾറെഡി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടി? പുതിയ പ്രോഡക്റ്റ് കിട്ടി. ദാറ്റ് ഇസ് കോൾഡ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. എക്സാമ്പിൾ നമ്പർ 2, ഞാനൊരു ലെതർ വെച്ചിട്ട് ഷൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഞാനിപ്പോ ഇതേ ലെതർ വെച്ച് ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങി. ദാറ്റ്സ് കോൾഡ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. വേർ മൈ ന്യൂ പ്രോഡക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സ്പിൻ ഓഫ് മൈ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. അല്ലെങ്കിൽ മൈ ന്യൂ പ്രോഡക്റ്റ് ഇസ് റിലേറ്റഡ് ടു മൈ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, either by your process, technology or marketing. ഓക്കെ ആണോ? സോ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വേർ ദ ന്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ യുവർ ന്യൂ ബിസിനസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു യുവർ എക്സിസ്റ്റിംഗ് ബിസിനസ്. എങ്ങനെ റിലേറ്റഡ് ടു യുവർ എക്സിസ്റ്റിംഗ്? എങ്ങനെ? either by process, രണ്ട് പുതിയ പ്രോഡക്റ്റും പഴയ പ്രോഡക്റ്റ് ചെയ്യുന്ന സെയിം പ്രോസസ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ടെക്നോളജി ആയിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒരുമിച്ച്, പാല് തൈര് മാർക്കറ്റിംഗ് ഒരുമിച്ച് ചെയ്യുന്നത്. ഇപ്പൊ അമുൽ സ്റ്റാർട്ടഡ് ഐസ്ക്രീം. അമുൽ ഇനീഷ്യലി സ്റ്റാർട്ടഡ് വിത്ത് പാല് അല്ലെ. അതേ പാലിനകത്ത് കുറച്ച് ടെക്നോളജി, കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ എന്തായി? ഐസ്ക്രീം ഉണ്ടാക്കി വെക്കാൻ തുടങ്ങി. സോ ഐസ്ക്രീമും പാലൊക്കെ നമുക്ക് ഒരേ മാർക്കറ്റിംഗ് രീതിയിൽ വിറ്റൂടെ? യെസ്. സോ അതിനാണ് എന്ത് വിളിക്കുക? കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. എടാ, കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷനും വേർട്ടിക്കൽ ഡൈവേഴ്സിഫിക്കേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. Vertical diversification means either you will go backward or you will forward. You will stay within the same chain of activities. നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രോസസ് ചെയ്ത് നിങ്ങൾ പുറത്തോട്ട് പോകുന്നില്ല. പക്ഷേ ഇത് പ്രോഡക്റ്റ് പ്രോസസ് ചെയ്യുന്നില്ല, നമ്മൾ വേറൊരു സംഭവം ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ലെതർ വാങ്ങിയിട്ട് ലെതറിന്റെ ഷൂ ഉണ്ടാക്കി വെക്കുന്ന മനുഷ്യനാണ്. ഇപ്പൊ ഞാൻ ഇതേ ലെതർ വെച്ചിട്ട് ലെതറിന്റെ ബാഗ് ഉണ്ടാക്കി വെക്കുകയാണ്. സോ സെയിം ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക അല്ലെ. അതിനാണ് എന്ത് വിളിക്കുക? കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. ഇതിനാണ് എന്ത് വിളിക്കുക? കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. Am I clear to you? Yes, sir. സോ ഇതാണ് സംഭവം. പിന്നെ എക്സ്പാൻഷൻ ത്രൂ ഇന്നോവേഷൻ. എടാ, ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്നോവേഷൻ മീൻസ് അപ്ഗ്രേഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുക, കുറച്ചുകൂടി സെറ്റ്. ഇപ്പൊ നമ്മുടെ ഈ കാണുന്ന ഈ മൊബൈൽ ഫോൺ അല്ലെ, ഈ മൊബൈൽ ഫോൺ തന്നെ വേറെ ലെവൽ ഇന്നോവേഷൻ. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ മൊബൈൽ ഫോണിനകത്ത്? പണ്ടത്തെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇങ്ങനെ വെറും കീപാഡ് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ എന്തൊക്കെ വരുന്നുണ്ട്? ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൽ നമുക്ക് വിളിക്കാം, നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം, പടം റെക്കോർഡ് ചെയ്യാം, ക്ലോക്ക് ഉണ്ട്, പിന്നെന്താണ്, കലണ്ടർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഹാപ്പിയാണ് അല്ലെ. ഇപ്പൊ രാവിലെ എണീച്ച് ആദ്യം ഞാൻ കൈപിടിക്കുന്നത് ഈ മൊബൈൽ ഫോൺ ഇവിടെ ഉണ്ടോ എന്നാണ്. ശരിയല്ലടാ? യെസ്. സോ ഞാൻ പറഞ്ഞത് ഇന്നോവേഷൻ. ഈ മൊബൈൽ ഫോൺ എന്തൊക്കെ ഇന്നോവേഷൻസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്? ക്യാമറ ക്വാളിറ്റി കൂട്ടി അങ്ങ് എത്തിച്ചിട്ടുണ്ട്. സോ പിന്നെന്താണ്, മാക്സിമം ചിലപ്പോൾ വലുതാക്കുന്നു, ചെറുതാക്കുന്നു, മെലിയുന്നു, തടിക്കുന്നു, ഒക്കെ ഒരുപാട് ഇന്നോവേഷൻ വരുന്നുണ്ട് അല്ലെ. സോ ഇന്നോവേഷൻ ആണെന്നാണ് അപ്ഗ്രേഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഓക്കെ, ഇന്നോവേഷൻ ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ മാർക്കറ്റ് ഷെയർ കൂടും, നിങ്ങളുടെ റവന്യൂ കൂടും, നിങ്ങളുടെ പ്രോഫിറ്റ് കൂടും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരും. കുറെ ഇന്നോവേഷൻ ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇന്നോവേഷൻ.
MS Excel എന്തൊരു ഇന്നോവേഷൻ ആണ്. ആർട്ടിക്കിൾ ഷിപ്പ് ചെയ്തപ്പോഴാണ് ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലായത്. ഈ MS Excel ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ അപ്പോ ആലോചിക്കാൻ പോയി. ആർട്ടിക്കിൾ ഷിപ്പിൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയായിട്ട് നിങ്ങൾ ആർട്ടിക്കിൾ ഷിപ്പിൽ ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പ്യൂട്ടേഷൻസ്, ഡിപ്രീസിയേഷൻ, കമ്പ്യൂട്ടേഷൻ, ട്രയൽ ബാലൻസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ മാനുവലി ചെയ്തതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാട്ടെ. കാൽക്കുലേറ്റർ തരും, മാനുവലി ചെയ്യുന്ന കുറിച്ച് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ എക്സൽ വന്നപ്പോൾ എത്ര നമ്മുടെ പണി കുറഞ്ഞു അല്ലേ. സോ ദിസ് ഇന്നോവേഷൻ ഹെൽപ്സ് us to solve the complex problem. It increases the productivity, gives competitive advantage. So innovation എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം PSC പരീക്ഷ എഴുതണം. സർ PSC പരീക്ഷ എഴുതണം. എന്തിന്? ബിക്കോസ് P ഫോർ പ്രൊഡക്ടിവിറ്റി, S ഫോർ സോൾവിംഗ് കോംപ്ലക്സ് പ്രോബ്ലം ആൻഡ് C ഫോർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. സോ PSC കുറിച്ച് ഓർത്താൽ ഇന്നോവേഷൻ സെറ്റ്. ഇത് ഓൾറെഡി May 24 ചോദിച്ചിട്ടുണ്ട്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദിസ് ക്വസ്റ്റ്യൻ ഫോർ September 24. May 24 ഇത് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 5 മാർക്കിന് ചോദിച്ച ചോദ്യം ഇത്. ഓക്കെ, യെസ്. Next, we are moving on to external growth strategy. External വീണ്ടും വരുന്നത് mergers and acquisition, strategic alliance. Okay, so external the first topic എന്താണ്? Mergers and acquisition. എടാ mergers വീണ്ടും 4 ടൈപ്പ് ഉണ്ട്. Horizontal, vertical, co-generic, conglomerate. Horizontal എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്ററുമായിട്ട് മെർജ് ചെയ്യണം. എക്സാമ്പിൾ വോഡാഫോൺ ഐഡിയ ഈസ് ഈക്വൽ ടു VI. ഞാൻ വോഡാഫോൺ, നീ ഐഡിയ, ഞാനും നീയും കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ മെർജ് ചെയ്താൽ VI, ഹോറിസോണ്ടൽ മെർജർ. ഞാൻ മാരുതി, നീ സുസുക്കി, ഞാനും കാർ, നീയും കാർ, മെർജ് ചെയ്താൽ മാരുതി സുസുക്കി. ശരിയല്ലേ? ഞാൻ ഹീറോ, നീ ഹോണ്ട, മെർജ് ചെയ്താൽ ഹീറോ ഹോണ്ട. ഇപ്പൊ പക്ഷേ ഡിമർജറായി അല്ലെ. യെസ്. സോ ഹോറിസോണ്ടൽ മെർജർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കോമ്പറ്റീറ്ററുമായിട്ട് മെർജ് ചെയ്യാണ്. മെർജിങ് വിത്ത് ദ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ. മെർജിങ് വിത്ത് ദ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ. ഓക്കെ ആണോ? എന്തിനാ സാർ ഹോറിസോണ്ടൽ മെർജർ ഒക്കെ ചെയ്യുന്നത്? നമ്മൾ എന്തിനാ സാർ നമ്മുടെ കോമ്പറ്റീറ്റർ മെർജ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ. നിങ്ങൾക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയിലിന് ബെനിഫിറ്റ് ഉണ്ടാവും. വൈഡനിങ് ദ ലൈൻ ഓഫ് പ്രോഡക്ട്സ്, പുതിയ പുതിയ പ്രോഡക്ട്സ് കിട്ടും. നിങ്ങൾക്ക് ഇല്ലാത്ത പ്രോഡക്ട്സ് ചിലപ്പോൾ അവനടുത്തുണ്ടാവും. സോ വൈഡനിങ് ദ ലൈൻ ഓഫ് പ്രോഡക്ട്സ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഡിക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഗെറ്റിംഗ് റിഡ് ഓഫ് കോമ്പറ്റീഷൻ. എടാ ഇത് നോർത്ത് വെച്ചോ, ഇത് നോർത്ത് വെച്ചോ. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ. Why horizontal diversification? എന്താണ് റീസൺ? See, the nation wants to know why do the companies go for horizontal diversification? Point number 1, economies of scale. Point number 2, widening the line of products. Say for example, എൻ്റെ അടുത്ത് 5 പ്രോഡക്റ്റ്, അവരുടെ 7 പ്രോഡക്റ്റ്. നമ്മൾ മെർജ് ആകുമ്പോൾ നമ്മുടെ ടോട്ടൽ 7 പ്രോഡക്ട്സ് ആയി. എൻ്റെ 5 പ്രോഡക്ട്സ് അവരുടെ ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതല്ലാതെ അവരുടെ എക്സ്ട്രാ 2 പ്രോഡക്റ്റ് ഉണ്ട്. സോ നമ്മൾ മെർജ് ചെയ്തപ്പോൾ എൻ്റെ കമ്പനിക്ക് ഇപ്പം 2 എക്സ്ട്രാ പ്രോഡക്റ്റ് കൊടുക്കില്ല. വൈഡിങ് ദ ലൈൻ ഓഫ് പ്രോഡക്റ്റ്. ഡിക്രീസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. പണ്ട് എൻറ്റയർ വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ തന്നെ കൊടുക്കും. ഇപ്പം നമ്മൾ മെർജ് ചെയ്യുമ്പോൾ ബാക്കി പകുതി അവൻ ഇട്ടോളും. സോ ഡിക്രീസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാം, ഗെറ്റിംഗ് റിഡ് ഓഫ് കോമ്പറ്റീഷൻ. ഗെറ്റിംഗ് റിഡ് ഓഫ് കോമ്പറ്റീഷൻ. Why do we need to compete? Let's give hands to each other. Let's merge. അല്ലേ? Yes. Next comes vertical. ഓക്കെ, സോ എന്താ ഇവിടെ പറഞ്ഞത്? സേ ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറഞ്ഞ എക്സാമ്പിൾ ഇവിടെ പറയാണ്. ഡിസ്നി പിക്സാർ. Pixar is a company which provides cartoons to Disney. ഈ ഡിസ്നി എന്തെയും ഈ കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്യും. പിക്സാർ കാർട്ടൂൺസ് ആർക്കാണ് വിറ്റുകൊണ്ടിരുന്നത്? ഡിസ്നി കാർട്ടൂൺസ് ടെലികാസ്റ്റ് ചെയ്യും. ഡിസ്നി എന്ന് പറയുന്നത് ടെലികാസ്റ്റിംഗ് ചാനലാണ് അല്ലെ. സോ അവർ ഇവിടുന്ന് കാർട്ടൂൺസ് വാങ്ങും, പിക്സാറിനകത്ത് കാർട്ടൂൺസ് വാങ്ങും. പിക്സാറിനകത്ത് കാർട്ടൂൺസ് വാങ്ങിയിട്ട് ഡിസ്നി എന്ത് ചെയ്യും? ടെലികാസ്റ്റ് ചെയ്യും. ശരിയല്ലടാ? യെസ്. സോ ഇവിടെ പിക്സാറും ഡിസ്നിയും കൂടി മെർജ് ചെയ്തിട്ട് ഇപ്പൊ എന്താണ്? ഡിസ്നി പിക്സാർ എന്നിട്ട് പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ഡിസ്നി പിക്സാർ ഇവിടെ പിക്സാറിനെ സംബന്ധിച്ച് ഫോർവേഡ് മെർജർ ആണോ ബാക്ക്വേർഡ് മെർജർ? ചിന്തിച്ച് പറ. യൂസ് യുവർ ബ്രെയിൻ. പിക്സാറിനെ സംബന്ധിച്ച് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? സർ ഇത് ഫോർവേഡ് മെർജർ ആണ്. കാരണം എന്താ? പിക്സാർ ആർക്കാണോ വിറ്റോണ്ടിരുന്നത് അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ ബിസിനസ് ആണ് പിക്സാർ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. സോ ദാറ്റ് ഇസ് കോൾഡ് ഫോർവേഡ് മെർജർ. ഡിസ്നിയെ സംബന്ധിച്ച് ബാക്ക്വേർഡ് മെർജർ. ഡിസ്നിയുടെ ഇൻപുട്ട് പ്രൊവൈഡർ ആരായിരുന്നു? പിക്സാർ. സോ അവന്റെ ബിസിനസ് വഴിയാണ് മെർജ് ചെയ്തത്. സോ ഇഫ് യു ആർ മെർജിംഗ് വിത്ത് ദ കമ്പനി ഹു യൂസ് ടു സപ്ലൈ യു ഇൻപുട്സ്, ദാറ്റ് ഇസ് കോൾഡ് ബാക്ക്വേർഡ് മെർജർ. ഇഫ് യു ആർ മെർജിംഗ് വിത്ത് ദ കമ്പനി who use your existing product, that is called forward merger. Okay, മറക്കരുത്. ഡിസ്നി പിക്സാറിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. പിക്സാറിനെ സംബന്ധിച്ചത് ഫോർവേഡ് മെർജറും ഡിസ്നിയെ സംബന്ധിച്ചത് ബാക്ക്വേർഡ് മെർജറും. ഓക്കെ ആണോടാ? യെസ്. ഒന്നുകൂടെ പറയണോ? എടാ ഒന്നുമില്ല. പിക്സാർ എന്ന് പറഞ്ഞ കമ്പനിയാണ് കാർട്ടൂൺസ് ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് ആർക്ക് വെക്കും? ഡിസ്നിക്ക് വെക്കും. ഡിസ്നി എന്ത് ചെയ്യുന്നത്? ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യും. അപ്പൊ ഡിസ്നി ആരുടെ കാർട്ടൂൺ വാങ്ങിക്കൊണ്ടിരുന്നത്? പിക്സാറിന്റെ കയ്യിൽ നിന്നല്ലേ. അപ്പൊ ഡിസ്നിയുടെ ഇൻപുട്ട് പ്രൊവൈഡർ ആരാണ്? പിക്സാർ അല്ലേ. അപ്പൊ ഡിസ്നി ഇൻപുട്ട് പ്രൊവൈഡർ കമ്പനിയുടെ മെർജ് ചെയ്താൽ അതെന്താ? ബാക്ക്വേർഡ് മെർജർ. പിക്സാർ ആർക്കാണ് കാർട്ടൂൺ വിറ്റുകൊണ്ടിരുന്നത്? ഡിസ്നിക്കല്ലേ. പിക്സാറിന്റെ കസ്റ്റമർ ആരാ? ഡിസ്നി അല്ലേ. കസ്റ്റമറിന്റെ കമ്പനിയായിട്ട് ഞാൻ മെർജ് ചെയ്തത് എന്തായി? ഫോർവേഡ് മെർജർ. ഓക്കെ ആണോ? സെറ്റ്. മനസ്സിലായില്ല? ഓക്കെ. സോ വെർട്ടിക്കൽ. പിന്നെ വരുന്നത് കോൺഗ്ലോമറേറ്റ് മെർജർ. ഒരു ബന്ധമില്ലാത്ത 2 കമ്പനികൾ മെർജ് ചെയ്യാം. ഓക്കെ ആണോ? ഒരു ബന്ധമില്ലാത്ത 2 കമ്പനികൾ മെർജ് ചെയ്താൽ ദാറ്റ് ഇസ് കോൾഡ് കോൺഗ്ലോമറേറ്റ് മെർജർ. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് ഓർഗനൈസേഷൻ that are unrelated to each other. Examples are Tata Sky. Tata plus Sky is equal to Tata Sky. ഓക്കെ ആണോടാ? എന്താ ടാറ്റ എന്ന് പറയുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അവര് ഈ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, കാർ, മോട്ടോർ വെഹിക്കിൾസ്, സ്റ്റീൽ, ഉപ്പ്,
ടാറ്റ ടാറ്റയില്ല, ഇതെന്താണ് ഇതിന് സൊനാട്ട വാച്ചസ്, അങ്ങനത്തെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ് ടാറ്റ. സ്കൈ എന്ന് പറയുന്ന ഈ ടെലികാസ്റ്റിംഗ് ചാനൽസ് ഒക്കെ വിറ്റുകൊണ്ടിരുന്ന കമ്പനിയാണ്. അപ്പൊ ടാറ്റയും സ്കൈയും കൂടി മറിച്ച് സ്കൈ വെദർ സ്കൈ വാസ് എൻഗേജ് ഇൻ എനി ഓഫ് ദ അതർ ബിസിനസ് ഓഫ് ടാറ്റ, നോ. വെദർ ടാറ്റ വാസ് എൻഗേജ് ഇൻ എനി ഓഫ് ദ ബിസിനസ് ഓഫ് സ്കൈ, നോ. സോ ഒരു ബന്ധത്തിൽ രണ്ട് കമ്പനികൾ മർജ് ചെയ്യും, ടാറ്റ സ്കൈ. ദാറ്റ് ഇസ് കോൾഡ് കോൺഗ്ലോമറേറ്റ് മർജർ. ആം ഐ ക്ലിയർ ടു യു? യെസ്. അടുത്തത് കോ ജനറിക്. എന്താണ് കോ ജനറിക് എന്ന് പറയുന്നത്? എടാ, കോ ജനറിക് ഇസ് വെരി സിമിലർ ടു നമ്മുടെ കോൺസെൻട്രിക് ആണ്. Co-generic is very similar to concentric. Okay, say for example, say for example, ഇപ്പൊ ഇവിടെ ഓക്കെ, ഇപ്പം ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഹോം അപ്ലയൻസ് വിൽക്കുന്ന ഒരു കമ്പനി, ഓക്കെ, അവര് റെഫ്രിജറേറ്റർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുമായിട്ട് മർജ് ചെയ്തു. ഓക്കെ ആണോടാ? റെഫ്രിജറേറ്റർ, സേ ഫോർ ഹോം അപ്ലയൻസ് വെക്കുന്ന ഒരു കമ്പനി മൈജി ഹോം അപ്ലയൻസ് ഒക്കെ വെക്കുന്ന കമ്പനിയിലെ യെസ്. റെഫ്രിജറേറ്റർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, സേ ഫോർ എക്സാമ്പിൾ വേൾപൂൾ. ഓക്കെ, ഈസ് വേൾപൂൾ ആൻഡ് മൈജി കോമ്പറ്റീറ്റർ? വേൾപൂളും മൈജി കോമ്പറ്റീറ്റർ ആണോ? എടാ, വേൾപൂളും മൈജിയും കോമ്പറ്റീറ്റർ ആണോ? മൈജിയുടെ കോമ്പറ്റീറ്റർ വെച്ചിട്ട് നിങ്ങൾ പറയും ബിസ്മി ഇലക്ട്രോണിക്സ്, നന്ദിലത്ത്, ജിമാർട്ട്, അതൊക്കെ കോമ്പറ്റീറ്റർ മൈജിയുടെ. വേൾപൂളിന്റെ കോമ്പറ്റീറ്റേഴ്സ് വെച്ചാൽ സാംസങ്, LG, അതൊക്കെ. വേൾപൂളും മൈജിയും കൂടി മിക്സ് ആയാൽ എങ്ങനെയുണ്ടോ? Are they competitive to each other? No. But are they related to each other? Yes. എങ്ങനെ? മൈജിയിലും ഫ്രിഡ്ജ് വെക്കുന്നുണ്ട്, വേൾപൂൾ ഉണ്ടാക്കുന്ന ഫ്രിഡ്ജാണ്. സോ ഇവർ രണ്ടുപേരും മർജ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? That is called co-generic merger. Okay, they are not competitor, but they are related to each other. Okay, two or more merging organizations are associated in some way. They are related to each other some way, either by process or by market. Merger the market and I mean മൈജിയുടെ മാർക്കറ്റ് തന്നെയായിരിക്കും വേൾപൂളിന്റെ മാർക്കറ്റും. സോ either or by technology, some way they are connected to each other. Okay, say for example, another example, that is a chartered accountant who is only specialized in GST. GST മാത്രമേ എനിക്കറിയാം, വേറെ ഒന്നും എനിക്കറിയില്ല. GST related clients മാത്രം എനിക്ക് തോന്നാൻ മതി. വേറൊരു chartered accountant, he is only Income Tax and Companies Act, specialized in Income Tax and Companies Act. So these two CA firms merged together. Are they competitors? അല്ല. ഇവന് GST ക്ലയൻസ് വേണ്ട, ഇവന് ഇൻകം ടാക്സ് ക്ലയന്റിനും കമ്പനീസ് ആക്ട് ക്ലയൻസിനും വേണ്ട. ഓക്കെ, they are not competitor, but they are related to each other, both are chartered accountants, so they decide to merge. That's called co-generic merger. Okay ആണോടാ? ഫൈൻ ആണോടാ? യെസ്. I hope മനസ്സിലായി. For having doubt, you can WhatsApp me. Okay, ചുമ്മാ ഒരു വോയിസ് സർവീസ്, സാർ റിവിഷൻ വീഡിയോ കേട്ടു, പക്ഷേ ഒരു co-generic merger ഒന്നുകൂടി പറഞ്ഞിട്ടോ സാർ, പ്ലീസ് സാർ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ ആണോടാ? യെസ്. So that is done. Now comes to strategic alliance. Very important. Okay, strategic alliance. ഇത് ഒരുപാട് തവണ എക്സാം ചോദിച്ചിട്ടുണ്ട് മക്കളെ ഈ strategic alliance. So note ചെയ്ത് വെക്കാം. Okay, so strategic alliance എന്താ പറയുന്നത്? First, why strategic alliance? Sir, before why, tell me what is strategic alliance? Strategic alliance means it's a relationship between two or more business. രണ്ട് ബിസിനസ്സുകാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എങ്ങനെ? ടു അച്ചീവ് സർട്ടൻ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് വിച്ച് നെയ്തർ ഓഫ് ദം വുഡ് ബി ഏബിൾ ടു അച്ചീവ് ഓൺ ഇറ്റ്സ് ഓൺ. എനിക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റില്ല, നിനക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റില്ല, എന്നാൽ നമുക്ക് ഒരുമിച്ച് അത് നേടാൻ ശ്രമിക്കാം. That is called strategic alliance. പക്ഷെ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും മർജ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരാൾ മറ്റുള്ള അക്വയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. രണ്ടുപേരും തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി അഗ്രിമെന്റ് പോലെ they are coming together, അല്ലെ? സോ ഒരു പെർട്ടിക്കുലർ, സേ ഫോർ എക്സാമ്പിൾ, ഒരു വലിയ പ്രൊജക്ട് കിട്ടി. ഓക്കെ, ABC എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, XYZ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ABCക്ക് ഒറ്റയ്ക്ക് ഈ പ്രൊജക്ട് നടക്കില്ല ചെയ്യാൻ, XYZനും ഈ പ്രൊജക്ട് ഒറ്റയ്ക്ക് നടക്കില്ല ചെയ്യാൻ, ഒറ്റയ്ക്ക്. സോ ABCയും XYZനും കൂടി പറയണം, നമുക്ക് തൽക്കാലം ഒരുമിച്ച് നിൽക്കാം, ഈ പ്രോജക്റ്റ് കഴിയുന്നത് വരെ. സോ അവർ ഒരുമിച്ച് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ, അവർ ഒന്നിക്കുകയാണ്. പക്ഷെ ആ ഒന്നിക്കൽ എന്ന് പറഞ്ഞാൽ മർദ്ദറാണോ? അല്ല. അക്വിസിഷൻ ആണോ? അല്ല. അവർ തൽക്കാലം ഈ പ്രോജക്റ്റ് തീരുന്നത് വരെ ഒന്നിക്കുകയാണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ബിസിനസ് to achieve certain strategic objectives which neither of them would be able to achieve on its own. രണ്ടുപേർക്കും ഒറ്റയ്ക്ക് നേടാൻ പറ്റില്ല. അതാണ് സ്ട്രാറ്റജിക് അലയൻസ്. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ അറിയില്ല. ടാറ്റ പ്ലസ് സ്റ്റാർബക്സ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ടാറ്റ പ്ലസ് സ്റ്റാർബക്സ്, ടൊയോട്ട പ്ലസ് മാരുതി സുസുക്കി, മെക്ഡി പ്ലസ് കോക്ക്, ഓർക്കുന്നുണ്ടോ മക്കളെ? ഇതൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സേ ഫോർ എക്സാമ്പിൾ ടാറ്റ പ്ലസ് സ്റ്റാർബക്സ്, ടൊയോട്ട പ്ലസ് മാരുതി സുസുക്കി തന്റെ കമ്പനിയുടെ തന്റെ കാറിന്റെ ഡിസൈൻസ് ഒക്കെ ടൊയോട്ടക്ക് വിറ്റു. മാരുതിയുടെ ബലേനോ, ടൊയോട്ടയുടെ ഗ്ലാൻസ, മാരുതിയുടെ ബ്രസ, ടൊയോട്ടയുടെ urban cruiser. സോ മാരുതി തന്റെ വണ്ടികളുടെ ഡിസൈൻസ് ഒക്കെ ആർക്ക് വിറ്റു? ടൊയോട്ടക്ക് വിറ്റു. ടൊയോട്ട തിരിച്ചെന്ത് കൊടുക്കും? ടെക്നിക്കൽ നോഹവ്, വണ്ടികളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് രാജാവാണ് ആര്? ടൊയോട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തിട്ട് അവരുടെ ടെക്നിക്കൽ നോഹവ് ആർക്ക് കൊടുക്കും? മാരുതി സുസുക്കിക്ക് കൊടുക്കും. സോ ഇവർ തമ്മിലൊരു പരസ്പര ധാരണയുണ്ട്. ഞാൻ എന്റെ വണ്ടിയുടെ ഡിസൈൻസ് നിനക്ക് തരും, നിനക്ക് നിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടെക്നിക്കൽ നോഹവ് എനിക്ക് തരണം. മെക്ഡി പ്ലസ് കോക്കിൽ എന്താണ് സ്ട്രാറ്റജിക് അലയൻസ്? മെക്ഡി പറഞ്ഞത് ഞങ്ങളുടെ ഷോപ്പിൽ വിൽക്കുന്നുണ്ടെങ്കിൽ കോക്ക് മാത്രമേ വിൽക്കൂ.
കാരണം മെഗ്ഡിക്ക് ഈ ചിക്കൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാനും കൊടുക്കണ്ടേ. സോ സ്വന്തമായിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ കൊക്കോകോള ഓൾറെഡി എസ്റ്റാബ്ലിഷ് ഡ്രിങ്ക് ആണ്. സോ മെഗ്ഡി പറഞ്ഞു നീ എന്റെ കൂടെ വാ, പോരുന്നു എന്റെ കൂടെ. കോക്ക് പോയി. ഇതിൽ കോക്കിനുണ്ടെന്ന അഡ്വാൻറ്റേജ് എന്താണ്? സി കൊക്കോകോളൊക്കെ ഇപ്പൊ വലിയ വലിയ മാളുകളിലൊക്കെ സ്വന്തമായിട്ട് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കൊക്കോകോളയുടെ ഔട്ട്ലെറ്റ് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലുലു മോൾ പോകണം, ഒരു ഷോപ്പ് മൊത്തം കൊക്കോകോള, അങ്ങനെ ആരെങ്കിലും വെക്കുമോ? ഇല്ല, അവർക്കത് ഭയങ്കര നഷ്ടമായിരിക്കും അല്ലെ, ഭയങ്കര ചെലവായിരിക്കും അല്ലെ. പക്ഷെ മെഗ്ഡിക്ക് ഓൾറെഡി ലുലു മോളിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ അവരോട് ചോദിച്ചാൽ അവർക്ക് സൈഡിൽ നമുക്ക് കൊക്കോളം വിറ്റൂടെ. സോ ലുലു മോളിൽ കൊക്കോകോള കിട്ടുന്നത് പോലെയായി. സോ കോക്കിനെ സംബന്ധിച്ച് അവിടെ കോസ്റ്റ് കുറയ്ക്കാം, വലിയൊരു മോളിൽ അവർക്കൊരു ഔട്ട്ലെറ്റ് കിട്ടി. ശരിയല്ലടാ? യെസ്. സോ ഇതുപോലത്തെ കുറെ സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ട്. ടാറ്റ സ്റ്റാർബക്സ്, ഫോർ എക്സാമ്പിൾ സ്റ്റാർബക്സ് ഇന്ത്യയിൽ ടാറ്റ ഗ്രൂപ്പുമായിട്ടാണ് അലയൻസ് ഉള്ളത്. സോ ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞു നിനക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയൊക്കെ ഞാൻ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. സോ ടാറ്റയുടെ ഹെൽപ്പിലാണ് സ്റ്റാർബക്സ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കുറെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പകരം ടാറ്റയ്ക്ക് എന്താ ബെനിഫിറ്റ്? ടാറ്റയ്ക്ക് ഒരുപാട് കാപ്പിത്തോട്ടമുണ്ട്. ഈ കാപ്പിക്കൊരു ഇന്ത്യയുടെ പുറത്ത് സ്റ്റാർബക്സിനോട് പറഞ്ഞു നീ ഇന്ത്യയിൽ പുറത്ത് കുറെ സ്റ്റാർബക്സിലെ അവിടെയൊക്കെ നീ കാപ്പി അടിച്ചോ, പക്ഷെ ഞാൻ സപ്ലൈ ചെയ്യുന്ന കാപ്പിക്കുരു വെച്ചിട്ട് വേണം നീ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് കാപ്പി അടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. സോ ടാറ്റക്കും ഗുണം, സ്റ്റാർബക്സിനും ഗുണം, ടൊയോട്ടക്കും ഗുണം, മാരുതി സുസുക്കിക്കും ഗുണം, മെഗ്ഡിക്കും ഗുണം, കോക്കിനും ഗുണം, ഇങ്ങക്കും ഗുണം, എനിക്കും ഗുണം. ഓക്കെ ആണോടാ? സോ ദിസ് ഇസ് കോൾഡ് സ്ട്രാറ്റജിക് അലയൻസ്. ഓക്കെ ആണോടാ? അയ്യോ യെസ്. സോ വൈ സ്ട്രാറ്റജിക് അലയൻസ്? എന്തിനാണ് സർ രണ്ട് കമ്പനികൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നത്? അവർക്ക് മെർജും ചെയ്യുന്നില്ല, അക്വയറും ചെയ്യുന്നില്ല, പിന്നെ അവർ എന്തിനാണ് സർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് സിനർജി. സിനർജി എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ശക്തി. സിനർജി എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ശക്തി. സോ കൂട്ടായ്മയുടെ ശക്തി കിട്ടാൻ വേണ്ടിയാണ് അവർ സ്ട്രാറ്റജിക് അലയൻസ് ചെയ്യുന്നത്. ടു അവോയ്ഡ് ബാരിയേഴ്സ് ടു എൻട്രി. ശരിയല്ലേ? സ്റ്റാർബക്കിന് ഇന്ത്യയിലേക്ക് ഒരു ബാരിയർ ഉണ്ടായിരുന്നു, പക്ഷെ ടാറ്റ പറഞ്ഞു ഡോണ്ട് വറി വെൻ ഐ ആം ഹിയർ, നീ എന്റെ കൂടെ നിന്നാൽ നിനക്ക് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റ്സ് ഞാൻ നിനക്ക് ചെയ്തുതരാം. ടു ഗെയിൻ ആക്സസ് ടു ന്യൂ മാർക്കറ്റ്, പുതിയ മാർക്കറ്റിലേക്ക് ആക്സസ്. ശരിയല്ലേ? ടാറ്റക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ആക്സസ് കിട്ടിയില്ലേ? സ്റ്റാർബക്സുമായിട്ട് അലയൻസ് ആയതുകൊണ്ട് ടാറ്റയുടെ കാപ്പിക്കുരി ഇപ്പൊ അമേരിക്കനും വിൽക്കുന്നുണ്ട്, ആര്? സ്റ്റാർബക്സ്. ശരിയല്ലടാ? യെസ്. ടു റെഡ്യൂസ് റിസ്ക്. സ്റ്റാർബക്സ് ഒറ്റ ബിസിനസ് ചെയ്ത് റിസ്ക് കൂടും, ഇപ്പൊ ടാറ്റയുടെ കൂടെ റിസ്ക് അത്രയും കുറയും. ശരിയല്ലടാ? ടു ഗെയിൻ ആക്സസ് റോ മെറ്റീരിയൽ ആക്സസ് കിട്ടും. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ സ്റ്റാർബക്സിന് കാപ്പി അടിക്കൽ കുരു വേണം, കാപ്പിക്കുരു വേണം, കാപ്പിക്കുരു ആര് സപ്ലൈ ചെയ്യും? ടാറ്റ സപ്ലൈ ചെയ്യും. നെക്സ്റ്റ്, ടു അണ്ടർടേക്ക് ബിഗ് ഡെവലപ്മെന്റ് പ്രോജക്ട്. ഞാൻ പറഞ്ഞു അല്ലെ, ഈ പ്രോജക്ട് ABC XYZ രണ്ടുപേരോട് ഒരുമിച്ചാണ് അണ്ടർടേക്ക് ചെയ്യുന്നത് അല്ലെ. യെസ്. സോ ദാറ്റ് ഇസ് കോൾഡ് സ്ട്രാറ്റജിക് അലയൻസ്. വൈ സ്ട്രാറ്റജിക് അലയൻസ്? ഓക്കെ. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അല്ല മക്കളെ. ഇക്കണോമിക്, സ്ട്രാറ്റജിക്, ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ. Okay, no? Just you have to memorize these keywords and you have to write one sentence, one or two sentences, more than enough. Okay, no? അതേപോലെ ഡിസ്അഡ്വാൻറ്റേജ് 3 പോയിന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് അലയൻസ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സംടൈംസ് യു വിൽ ഷെയർ സർട്ടൻ നോളജസ് ആൻഡ് സ്കിൽ വിച്ച് അതർവൈസ് യു വിൽ നോട്ട് ഷെയർ. ഡു യു റിയലി തിങ്ക് മാരുതി അവരുടെ വണ്ടികളുടെ ഡിസൈൻ ഒക്കെ വേറൊരാൾക്കും കൊടുക്കുമോ? അവരിപ്പോ സ്ട്രാറ്റജിക് അലയൻസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇത് കൊടുക്കുന്നത്. ദാറ്റ്സ് എ ഡിസ്അഡ്വാൻറ്റേജ്. ഷെയറിംഗ് ദ നോളജ് ആൻഡ് സ്കിൽസ് വിച്ച് അതർവൈസ് യു മേ നോട്ട് ലൈക്ക് ഷെയർ. ഇങ്ങനെ എന്റെ എല്ലാ എന്റെ നോളജ് സ്കിൽസ് ഒക്കെ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അത് പണി കിട്ടും. സോ ഷെയറിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ക്യാൻ ബി പ്രോബ്ലമാറ്റിക് ഇഫ് ദേ ഇൻവോൾവ് ട്രേഡ് സീക്രട്സ്. പിന്നെ ഇന്ന് മാരുതിയും ടൊയോട്ടയൊക്കെ അടയും ചക്കരയൊക്കെയാണ്, അലയാണ്. പക്ഷെ നാളെ അവർ കോമ്പറ്റീറ്റർ ആയിട്ട് മാറാൻ വീണ്ടും ശത്രുക്കളാവാൻ ചാൻസ് ഉണ്ട്. സോ ആൻ അലൈ മേ ബിക്കം കോമ്പറ്റീറ്റർ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ് സർ, യെസ് സർ, യെസ് സർ, യെസ് സർ. സോ ഫൈൻ 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 ഫൈൻ. സി ഇപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജസ് ഞാൻ ഇവിടെ 3 എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. ടാറ്റ സ്റ്റാർബക്സ്, മെഗ്ഡി, കോക്ക്, പിന്നെ ഏതാണ് ടൊയോട്ട, മാരുതി അല്ലെ. ഇത് ഈ അഡ്വാൻറ്റേജ് വായിക്കുമ്പോൾ ഏത് കമ്പനി ഓർമ്മ വരുന്നേ പറയണേ. ഫസ്റ്റ് വൺ, ഹെൽപ്സ് ടു ലേൺ നെസസറി സ്കിൽസ് ആൻഡ് ഒബ്റ്റെയിൻ സർട്ടൻ കപ്പാബിലിറ്റീസ് ഫ്രം പാർട്ട്നേഴ്സ്. മാരുതി സുസുക്കി ടൊയോട്ട അല്ലെ. മാരുതിക്ക് ഒരുപാട് ടെക്നിക്കൽ നോളജ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ടൊയോട്ടയുടെ കയ്യിൽ നിന്ന്. ഹെൽപ്സ് ടു ലേൺ നെസസറി സ്കിൽസ്. ഇക്കണോമിക്, ഹെൽപ്സ് ഇൻ റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ്. മെഗ്ഡി, കോക്കിന് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ലുലുമോളിൽ പോയിട്ട് ഇല്ല, അവിടെ ഓൾറെഡി ആരുണ്ട്? മെഗ്ഡി ഉണ്ട്. സോ അവന്റെ കൂടെ തന്നെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോക്ക് വിൽക്കാൻ പറ്റും അല്ലെ. റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ആൻഡ് റിസ്ക് അല്ലെ. യെസ്. റൈവൽസ് ക്യാൻ ജോയിൻ ടുഗദർ ഇൻസ്റ്റെഡ് ഓഫ് കോമ്പീറ്റിംഗ്. മാരുതി പ്ലസ് ടൊയോട്ട അവർ റൈവൽസ് അല്ലേ. they instead of competing they can give hands to each other അല്ലെ. they can cooperate instead of competing അല്ലെ. പിന്നെ gain into the foreign market. എന്താ? ടാറ്റ പ്ലസ് സ്റ്റാർബക്സ്. സ്റ്റാർബക്സിന് ഇന്ത്യ ഒരു ഫോറിൻ മാർക്കറ്റ് ആണ്. ടാറ്റയുടെ കൂടെ കൂടിയതുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള എൻട്രി കിട്ടി. ടാറ്റക്ക് അമേരിക്ക ഒരു ഫോറിൻ മാർക്കറ്റ് ആണ്. സ്റ്റാർബക്സിന് കൂടെ കൂടിയതുകൊണ്ട് ടാറ്റയുടെ കാപ്പിക്ക് ഒരു അമേരിക്കയിൽ വിൽക്കാൻ പറ്റി. ശരിയല്ല? യെസ്. സോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ സ്ട്രാറ്റജിക് ചോയ്സസ്. ഓക്കെ, അടുത്തത് വരുന്നത് സ്ട്രാറ്റജിക് ഓപ്ഷൻസ് ആണ് മക്കളെ. സ്ട്രാറ്റജിക് ഓപ്ഷൻസ്. സോ അതിന് മുന്നേ ഇച്ചിരി വെള്ളം നിങ്ങളും കുടിക്കുക, ഞാനും കുടിക്കാം. ഞാൻ കുടിച്ചു, നിങ്ങൾ കുടിച്ചോ. സോ 4 കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത്. ADL മെട്രിക്സ്, സോറി ആൻസോഫ് മെട്രിക്സ്, ADL മെട്രിക്സ്, GE മെട്രിക്സ്, BCG മെട്രിക്സ്. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് തോന്നുന്നത്, സഞ്ജയ് പ്രഭു എന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആൻസോഫും BCG ആണെന്ന്. സോ
സോ അപ്പൊ ബാക്കി പഠിക്കണ്ടെന്നല്ല. ഇപ്പൊ ഏഡിയൽ മെട്രിക്സിൽ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത് മാത്രം ചോദിക്കും, കോമ്പറ്റേറ്റീവ് പൊസിഷൻസ്. ഓക്കെ ആണോടാ, ഫൈൻ ആണോ? പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ആൻസർ ഷീറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ളത് ആൻസർ ഓഫും BCG ആണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആൻസർ ഓഫ് മെട്രിക്സ്. ഓക്കെ, ആൻസർ ഓഫ് മെട്രിക്സിൽ എന്താണ് സംഭവിക്കുന്നത്? ആൻസർ ഓഫ് മെട്രിക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് മെട്രിക്സ് ആണ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് മെട്രിക്സ് അല്ലെ. സോ സേ ഫോർ ഇവിടെ 4 വേരിയൻസ് വരുന്നുണ്ട്: മാർക്കറ്റ് പെനട്രേഷൻ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ. മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നിങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ കൂടുതൽ സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്ട്രാറ്റജി ആണ് മാർക്കറ്റ് പെനട്രേഷൻ. ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ കൂടുതൽ സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്ട്രാറ്റജി ആണ് മാർക്കറ്റ് പെനട്രേഷൻ. ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പൊ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ്, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽസ്, ഇതൊക്കെ എന്താണ്? മാർക്കറ്റ് പെനട്രേഷൻ ആണ്. അവിടെ ബിഗ് ബില്യൺ ഡേയ്സിൽ അവർ സെല്ലിംഗ് ന്യൂ പ്രോഡക്ട്സ് അല്ല, അവർക്ക് ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ആൾക്കാരെ വിൽക്കും. ദാറ്റ് ഇസ് കോൾഡ് മാർക്കറ്റ് പെനട്രേഷൻ. ഓൾറെഡി ഉള്ള സാധനം ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ കൂടുതൽ വിൽപ്പിക്കുക അല്ലെ. നിങ്ങൾ കിങ് ലെയർ സിനിമ കണ്ടിട്ടുണ്ട്, കിങ് ലെയർ ദിലീപിന്റെ. അതിനകത്ത് കിങ് ലെയർ സിനിമയിൽ ദിലീപ് ഒരു ടാർഗറ്റ് ഇടും, ഇത്ര സെയിൽസ് അച്ചീവ് ചെയ്യണം. അതിൽ പുള്ളിക്കാരൻ എന്താ ചെയ്തത്? ആ ട്യൂബിന്റെ ഹോൾസ് വലുതാക്കി. എന്നിട്ട് എന്താ കൂടുതൽ ക്രീം പുറത്തു വരാൻ തുടങ്ങി, ക്രീം പെട്ടെന്ന് തീർന്നു. ശരിയല്ലേ? ദാറ്റ് ഇസ് മാർക്കറ്റ് പെനട്രേഷൻ. ആർ ദേ സെല്ലിംഗ് ഇനി ന്യൂ പ്രോഡക്റ്റ്? നോ. ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന സ്ട്രാറ്റജി ആണെന്ത്? മാർക്കറ്റ് പെനട്രേഷൻ. ഓക്കെ ആണോ? സോ ഞാൻ ഇപ്പൊ 2 എക്സാമ്പിൾ പറഞ്ഞു: ബിഗ് ബില്യൺ ഡേയ്സ്, കിങ് ലെയർ. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഉജാലയുടെ ഒക്കെ സോപ്പ് പൊടി വാങ്ങുമ്പോൾ ചിലപ്പോൾ ബക്കറ്റ് ഫ്രീ കിട്ടും. 4 കിലോ 5 കിലോയുടെ സോപ്പ് പൊടി വാങ്ങുമ്പോൾ ബക്കറ്റ് ഫ്രീ കിട്ടും. 1 കിലോ ഉജാല വാങ്ങാൻ വേണ്ടി പോകുന്ന വ്യക്തി ഈ 5 കിലോ ഉജാല വാങ്ങിപ്പിക്കും അയാളെ കൊണ്ട്. ബക്കറ്റ് ഫ്രീ ഉണ്ടല്ലേ, എന്നാൽ പിന്നെ നമുക്ക് 5 കിലോ വാങ്ങാം. സോപ്പ് പൊടിയല്ലേ, അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ലോ, പെട്ടെന്നൊന്നും തീരത്തില്ലല്ലോ, 1-2 വർഷമൊക്കെ എത്തും. സോ നമുക്ക് 5 കിലോ സോപ്പ് പൊടി വാങ്ങാം. സോ 1 കിലോ സോപ്പ് പൊടി വാങ്ങാൻ വേണ്ടി പോകുന്ന വ്യക്തിയെ കൊണ്ട് 5 കിലോ വാങ്ങിപ്പിച്ചു. ദാറ്റ് ഇസ് കോൾഡ് മാർക്കറ്റ് പെനട്രേഷൻ. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് കൂടുതൽ സെല് ചെയ്യുക. നെക്സ്റ്റ് ഇസ് മാർക്കറ്റ് ഡെവലപ്മെന്റ്. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റ് സെല് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അജ്മി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പുട്ടുപൊടി ഉണ്ട്. സോ ഈ പുട്ടുപൊടി ദുബായിൽ കിട്ടുന്നുണ്ട്. സോ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് അവർ ദുബായിലും കൊണ്ട് വിൽക്കുകയാണ്. ദാറ്റ്സ് കോൾഡ് മാർക്കറ്റ്. പുതിയ മാർക്കറ്റ് അല്ലെ. ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റ്. സേ ഫോർ എക്സാമ്പിൾ സഞ്ജയ് പ്രഭു ഈസ് ടീച്ചിങ് ക്ലാസ്സസ് ഇൻ കേരള. ഞാൻ കേരളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് എന്നല്ലേ ഞാൻ തമിഴ്നാട്ടിൽ എടുക്കുന്നത്. ഓഡിറ്റിംഗും SM തന്നെയാണ് ഞാൻ തമിഴ്നാട്ടിൽ എടുക്കുന്നത്. ഓക്കെ, സോ ഞാൻ പുതിയ പ്രോഡക്റ്റ് ഒന്നല്ല വെക്കുന്നത്. അവിടെ പോയിട്ട് ഞാൻ എടുക്കുന്നത് ഓഡിറ്റിംഗും SM തന്നെയാണ്. സോ പുതിയ മാർക്കറ്റ്, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, മാർക്കറ്റ് ഡെവലപ്മെന്റ്. പിന്നെ വരുന്ന പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. പുതിയ പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇവിടെ. ഓക്കെ, ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. സേ ഫോർ എക്സാമ്പിൾ സന്തൂർ. ഓക്കെ, സന്തൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നതാണ് മഞ്ഞളും ചന്ദനവും ഒത്തുചേരും സന്തൂർ. മഞ്ഞ എന്നൊക്കെ പറയുന്നത്. സന്തൂർ മമ്മി ഓർക്കുന്നുണ്ടോ? യെസ്. സോ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്താ പറയുന്നത്? അവിടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പറയുന്നത് നീ ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം ഓൾറെഡി ഉള്ള മാർക്കറ്റ്. സന്തൂറിന് ഓൾറെഡി ഒരു മാർക്കറ്റ് ഉണ്ട് സോപ്പിന് അല്ലെ. അതേ മാർക്കറ്റിൽ അവർ പുതിയ പ്രോഡക്റ്റ് എടുക്കണം. സന്തൂറിന്റെ ഹാൻഡ് വാഷ് സെയിം വേ. ഇപ്പം ലൈഫ് ബോയ് ഓൾറെഡി ലൈഫ് ബോയ് സോപ്പിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. അതേ മാർക്കറ്റിൽ അവർ പുതിയ പ്രോഡക്റ്റ് എടുക്കണം. ലൈഫ് ബോയിന്റെ സാനിറ്റൈസർ, ലൈഫ് ബോയിന്റെ ഹാൻഡ് വാഷ്. ശരിയാണോടാ? യെസ്. സോ ദിസ് ഇസ് കോൾഡ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. എക്സാമ്പിൾ വേറെ മാഗിക്ക് ഓൾറെഡി ഒരു പ്രോഡക്റ്റ് ഉണ്ട്. മാഗി നൂഡിൽസിന് ഓൾറെഡി ഒരു മാർക്കറ്റ് ഉണ്ട്. അതേ മാർക്കറ്റിൽ അവർ പുതിയ പ്രോഡക്ട്സ് എടുക്കണം. മാഗിയുടെ ചിക്കൻ ക്യൂബ്സ്, മാഗിയുടെ സോസസ്, മാഗിയുടെ ഒരുപാട് സോസ് ഉണ്ട്. ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മാഗിയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ, മറ്റേ തേങ്ങാപ്പാലിന്റെ പൊടിയില്ലേ, അതൊക്കെ കിട്ടുന്നുണ്ട്. സോ ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്തതിനാണ് വിളിക്കുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. പിന്നെ വരുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ. പിന്നെ വരുന്നത് എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്താ സംഭവിക്കുന്നത്? ഡൈവേഴ്സിഫിക്കേഷൻ സംഭവിക്കുന്നത് പുതിയ പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റ്. എക്സാമ്പിൾ ഇലോൺ മസ്ക് ആദ്യം ടെസ്ലയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ടെസ്ല എന്ന് പറയുന്നത് കാറിന്റെ ബിസിനസ്. അതിനുശേഷം പുള്ളി സ്പേസ് എക്സ് സ്റ്റാർട്ട് ചെയ്തു. റോക്കറ്റ്, സ്പേസിലേക്ക് റോക്കറ്റ് വിടുക. ടെസ്ല റോക്കറ്റും കാറും ആർ ദി റിലേറ്റഡ്? നോ. ന്യൂ മാർക്കറ്റ്, ന്യൂ പ്രോഡക്റ്റ്. ഇതേ ഇലോൺ മസ്ക് പിന്നെന്ത് സ്റ്റാർട്ട് ചെയ്തു? എക്സ്, ട്വിറ്ററിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ട്വിറ്റർ അല്ലെ. സോ ന്യൂ മാർക്കറ്റ്, ന്യൂ പ്രോഡക്റ്റ്. എക്സാമ്പിൾ നമ്പർ 2 ITC സിഗരറ്റിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമ്മൾ പിന്നെ ക്ലാസ്മേറ്റ്സിന്റെ ബുക്സ് വിൽക്കാൻ തുടങ്ങി. ആർ ദി റിലേറ്റഡ്? ന്യൂ മാർക്കറ്റിലെ സിഗരറ്റിന്റെ മാർക്കറ്റ് ആണോ ക്ലാസ്മേറ്റ്സിന്റെ മാർക്കറ്റ്? അല്ല. സിഗരറ്റിന്റെ മാർക്കറ്റ് 18+ മാർക്കറ്റാണ്. ക്ലാസ്മേറ്റ്സിന്റെ മാർക്കറ്റ് 18+ ആണോ? അല്ല. സോ പുതിയ മാർക്കറ്റ്, പുതിയ പ്രോഡക്റ്റ്. ദാറ്റ് ഇസ് കോൾഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ ഓഫിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് മെട്രിക്സ്. ആൻസർ ഓഫിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് മെട്രിക്സ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എവിടെയോ കണ്ടത്. കണ്ടോ? ഞാൻ പറഞ്ഞില്ല ആൻസർ ഓഫിന്റെ മെട്രിക്സ്. സോ ഇവിടെ കണ്ടോ? മാർക്കറ്റ് പെനട്രേഷൻ എന്താണ്? മാർക്കറ്റ് ഷെയർ, ഇൻക്രീസ് ദ പ്രൊഡക്റ്റ് യൂസേജ്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫേസ് വാഷിനകത്തൊക്കെ കാണാറില്ല, യൂസ് ട്വൈസ് ഡെയിലി ഫോർ ബെറ്റർ റിസൾട്ട്സ്. ആർക്ക് ബെറ്റർ റിസൾട്ട്സ്? നിനക്ക് ബെറ്റർ റിസൾട്ട്. നിന്റെ മോന്ത മാറാനേ പോകുന്നില്ല. ഇഫ് യു യൂസ് ഫേസ് വാഷ് ട്വൈസ് ഡെയിലി, ആ കമ്പനിക്ക് ബെറ്റർ റിസൾട്ട്സ് വരും. ഓക്കെ ആണോ? ഇൻക്രീസ് ദ പ്രൊഡക്റ്റ് യൂസേജ്, ഇൻക്രീസ് ദ ഫ്രീക്വൻസി യൂസ്ഡ്, ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി യൂസ് എന്താ? കിങ് ലെയർ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആ ഹോൾസ് വലുതാക്കുക. ഇൻക്രീസ് ദ പ്രൊഡക്റ്റ് യൂസേജ്, ഇൻക്രീസ് ദ ഫ്രീക്വൻസി യൂസ് ഫേസ് വാഷ്.
എല്ലാ ഫേസ് വാഷിൽ എഴുതിയിട്ടുണ്ടല്ലേ യൂസ് ട്വൈസ് ഡെയിലി. നീ 2 പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് തീരത്തുള്ളൂടാ, പെട്ടെന്ന് തീർന്നാൽ നീ വീണ്ടും വാങ്ങത്തുള്ളൂടാ. പിന്നെ ഫൈൻഡ് ന്യൂ ആപ്ലിക്കേഷൻ ഫോർ കറന്റ് യൂസേഴ്സ്. ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് പുതിയ പുതിയ ആപ്ലിക്കേഷൻ. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് കൊക്കോകോള വെച്ചിട്ട് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബിൽ. ഉള്ളതാണോ അറിയത്തില്ല. അപ്പോൾ സോ നിങ്ങൾ ആലോചിച്ചോക്കെ, കൊക്കോള വെച്ച് കുടിക്കുകയും ചെയ്യാം, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം. അപ്പോൾ കൊക്കോള പെട്ടെന്ന് തീരും, അപ്പോൾ നമ്മൾ വീണ്ടും വാങ്ങും. ഫൈൻഡ് ന്യൂ ആപ്ലിക്കേഷൻ ഫോർ ദ കറന്റ് യൂസേഴ്സ്. പിന്നെ മാർക്കറ്റ് ഡെവലപ്മെന്റ്, എക്സ്പാൻഡ് ജോഗ്രഫിക്കലി ടാർഗറ്റ് ന്യൂ സെഗ്മെന്റ്. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു തുണി കച്ചവടക്കാരാണ്, ടെക്സ്റ്റൈൽ ഷോപ്പുകാരാണ്. ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് ആമസോണിലും മീഷോയിലും രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ രാജസ്ഥാനും ഡൽഹിയിലും ഗുജറാത്തിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് വാങ്ങണം. അപ്പോൾ എൻ്റെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. സോ ഞാൻ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഒന്ന് മാറ്റിയപ്പം ഞാൻ പണ്ട് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കണ്ണൂർ. അപ്പോൾ കണ്ണൂർ ഷോപ്പ് വെക്കുന്ന സമയത്ത് കണ്ണൂരിലുള്ള ആൾക്കാർ മാത്രമേ വാങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് മീഷോനകത്ത് രജിസ്റ്റർ ചെയ്തു. മീഷോ അല്ലെങ്കിൽ അജിയോ അല്ലെങ്കിൽ ആമസോണിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ എന്തായി, എനിക്ക് ഇന്ത്യയിലെ നാനാ ഡിഫറെന്റ് പ്ലേസിലുള്ള ആൾക്കാർ വന്നിട്ട് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ തുടങ്ങി. സോ എൻ്റെ മാർക്കറ്റ് വലുതായി. മാർക്കറ്റ് ഡെവലപ്മെന്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, പുതിയ പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കണം. യു ആർ ഡെവലപ്പിംഗ് എ ന്യൂ പ്രോഡക്റ്റ് ഫോർ ദ സെയിം മാർക്കറ്റ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, ന്യൂ പ്രോഡക്ട്സ് ഇൻ ദ ന്യൂ മാർക്കറ്റ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ആൻസോഫിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് മെട്രിക്സ്. നെക്സ്റ്റ് കംസ് BCG മെട്രിക്സ്. എന്താണ്? ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ്. എന്താണ് സർ BCG മെട്രിക്സ്? BCG മെട്രിക്സിനകത്ത് നമ്മൾ മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറുമാണ് നോക്കുന്നത്. മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയർ. ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഗ്രോത്ത് ഹൈ ആണ്, അതിന് നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റാർ കാറ്റഗറി എന്ന് പറയാം. സർ സ്റ്റാർ കാറ്റഗറി ആണ് എന്താ ചെയ്യുന്നത്? ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ദേ നീഡ് ഹെവി ഇൻവെസ്റ്റ്മെന്റ് ടു മെയിൻറ്റെയിൻ ദർ പൊസിഷൻ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം എയർലൈൻസ് ഇൻഡസ്ട്രി, ഏവിയേഷൻ ഇൻഡസ്ട്രി. ഓക്കെ, സോ ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരും. അപ്പൊ നല്ല മാർക്കറ്റ് ഗ്രോത്ത് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനിക്ക് നല്ല മാർക്കറ്റ് ഷെയർ ആണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ കമ്പനി ഏതാണ്? ഇൻഡിഗോ ആണ്. സോ ഇൻഡിഗോ ഏതിൽ വരും? ഇൻഡിഗോ സ്റ്റാർസ് എന്ന കാറ്റഗറിയിൽ വരും ഇൻഡിഗോ. ഓക്കെ ആണോ? കാരണം അവിടെ മാർക്കറ്റ് ഗ്രോത്തും ഹൈ ആണ്, മാർക്കറ്റ് ഷെയറും ഹൈ ആണ്. അതേ സമയത്ത് ഏവിയേഷനിൽ മാർക്കറ്റ് ഷെയർ കുറവുള്ള ഒരു കമ്പനി പറയാം സ്പൈസ് ജെറ്റിന്റെ മാർക്കറ്റ് ഷെയർ വളരെ കുറവാണ്. സോ അവർ ഇതിൽ വരും ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്? മാർക്കറ്റ് ഗ്രോത്ത് ഹൈ ആണ്, പക്ഷേ മാർക്കറ്റ് ഷെയർ ലോ ആണ്. നല്ല മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ട്, പക്ഷേ മാർക്കറ്റ് ഷെയർ കുറവാണ്. സോ ക്വസ്റ്റ്യൻ മാർക്ക്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ മാർക്കറ്റ് ഷെയർ കുറവാണ്, അപ്പോൾ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യണം, നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യണം, നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണം. സോ അവിടെ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ യു റിക്വയർ ലോട്ട് ഓഫ് ക്യാഷ് ടു ഹോൾഡ് ദെയർ ഷെയർസ്. പിന്നെ വരുന്ന ക്യാഷ് കൗ ആണ്. ക്യാഷ് കൗവിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാഗി നൂഡിൽസ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ മാഗിയുടെ മാർക്കറ്റ് ഗ്രോത്ത് ലോ ആണ്, പക്ഷെ മാർക്കറ്റ് ഷെയർ ഹൈ ആണ്. മാഗി ഇനി വളരാനില്ല, മാഗിയുടെ മാക്സിമം വളർച്ച എത്തിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്നും വളരാനൊന്നുമില്ല. മാഗിയുടെ മാർക്കറ്റ് ഓൾറെഡി ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തി. ആ നൂഡിൽസ്, ഇന്ത്യയിൽ നൂഡിൽസ് കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള നൂഡിൽസ് ഏതാ? മാഗി നൂഡിൽസ് ആണ്. 2015 മാഗിക്ക് ഒരു മാഗിയുടെ മറ്റേ ടേസ്റ്റ്, മറ്റേ പൊടിയില്ലേ, മസാലപ്പൊടി, അതിനകത്ത് ടേസ്റ്റ് എൻഹാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെഡിന്റെ കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞ് മാഗി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മാഗി തിരിച്ചു വന്നിരിക്കുന്ന മാഗിയുടെ മാർക്കറ്റ് ആണ് ഓൾമോസ്റ്റ് 65 to 70% ഓഫ് ദ ഇൻസ്റ്റന്റ് നൂഡിൽസിനകത്ത്. സോ മാർക്കറ്റ് ഗ്രോത്ത് കുറവാണ്. അതായത് ഈ നൂഡിൽസിന്, ഈ മാഗിന് ഇതിനേക്കാളും ഗ്രോ ചെയ്യാനില്ല, മാക്സിമം ഗ്രോത്ത് എത്തി. സോ മാർക്കറ്റ് ഷെയർ ഹൈ ആണ്. ദാറ്റ് ഇസ് കോൾഡ് ക്യാഷ് കൗ. പിന്നെ ഡോഗ്, മാർക്കറ്റ് ഗ്രോത്തും ഇല്ല, മാർക്കറ്റ് ഷെയറും ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയോ മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും റേഡിയോ ഒക്കെ വാങ്ങോടാ? ഇല്ല, അവിടെ മാർക്കറ്റ് ഷെയറും കുറവായിരിക്കും, മാർക്കറ്റ് ഗ്രോത്തും കുറവായിരിക്കും. അതാണ് റേഡിയോ. ഓക്കെ, ഡോഗ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡൈവേഴ്സ് ബിസിനസ്. നമ്മൾ എന്ത് ചെയ്യണം? ഡൈവേഴ്സ് ചെയ്യണം. ക്യാഷ് കൗ ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഹാർവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് കൗ ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഹാർവെസ്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? സോ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഐ എം ഗോയിങ് ടു ഷെയർ എ സ്ക്രീൻ. ജസ്റ്റ് എ സെക്കൻഡ്, വെയിറ്റ് ചെയ്യണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു BCG മെട്രിക്സ് വരയ്ക്കാം. BCG മെട്രിക്സ് 4 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് സ്റ്റാർ, ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക്, ഒന്ന് ക്യാഷ് കൗ. നിങ്ങൾ പശുവിനെ വരയ്ക്കാൻ നിൽക്കേണ്ട, ക്യാഷ് കൗ എന്ന് വരച്ചാൽ മതി. ഡോഗ്സ്. ഓക്കെ, മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറും. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെസ്ലെ എന്ന് പറയുന്ന കമ്പനിയുടെ, ആരുടെയാണ്? നെസ്ലെ എന്ന് പറയുന്ന കമ്പനിയുടെ. ഓക്കെ, ഇവിടെ ഹൈ, ഇവിടെ ലോ. ഓക്കെ, നമുക്ക് നെസ്ലെ എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറും നോക്കാം. ഓക്കെ, നെസ്ലയുടെ ഏറ്റവും മാർക്കറ്റ് ഗ്രോത്തും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, സേ ഫോർ എക്സാമ്പിൾ നെസ്കഫെ എന്ന് പറയുന്ന ചായപ്പൊടി. നെസ്കഫെ കാപ്പിപ്പൊടി അല്ലേ, സോറിടാ, നെസ്കഫെ. അതേപോലെ നെസ്ലയുടെ സിർലാക്ക് ഒക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്, നോക്കട്ടെ, ഞാൻ ഓൾറെഡി നേരത്തെ ഗൂഗിൾ ചെയ്ത് വെച്ചാൽ. ഓക്കെ, അക്കോർഡിംഗ് ടു സിർലാക്ക്, ആള് പോയിടാ, സോറിടാ, ഇതാ സിർലാക്ക് 97% ഓഫ് ദി ഇൻസ്റ്റന്റ്, 97% മാർക്കറ്റ് ഷെയർ. സിർലാക്ക് ഇന്ത്യയിൽ 100 കുട്ടികൾ കഴിക്കുന്നുണ്ട്, അതിൽ 97 കുട്ടികളും ഏതാ കഴിക്കുന്നത്? നെസ്ലയുടെ സിർലാക്ക. സോ ഞാൻ പറഞ്ഞു വന്നത്,
നെസ്ലെ സിർലാക്കിന്റെ മാർക്കറ്റ് ഗ്രോത്തും ഹൈ ആണ്, മാർക്കറ്റ് ഷെയറും ഹൈ ആണ്. അപ്പൊ നെസ്കഫെ സിർലാക്കിൽ എവിടെ വരും? സ്റ്റാർ കാറ്റഗറിയിൽ. ഓക്കെ ആണോ? അടുത്തത് ക്വസ്റ്റ്യൻ മാർക്കിൽ എന്താ വരും? ക്വസ്റ്റ്യൻ മാർക്കിൽ നല്ല മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ട്, പക്ഷെ മാർക്കറ്റ് ഷെയർ കുറവാണ്. കിറ്റ്കാറ്റ്. ചോക്ലേറ്റ് ഇൻഡസ്ട്രി നല്ല മാർക്കറ്റ് ഗ്രോത്താണ്, പക്ഷെ കിറ്റ്കാറ്റ് മാർക്കറ്റ് ഷെയർ വളരെ കുറവാണ്. കിറ്റ്കാറ്റ് കുറവാണ്, മഞ്ചിനൊക്കെയാണ് നല്ല മാർക്കറ്റ് ഷെയർ, കിറ്റ്കാറ്റ് മാർക്കറ്റ് ഷെയർ വളരെ കുറവാണ്. ഓക്കെ, സോ അതാണ് കിറ്റ്കാറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ഇനി ക്യാഷ് കൗവിൽ വരുന്നത് നെസ്ലയുടെ മാഗി. മാഗി ക്യാഷ് കൗവിലാണ്. മാഗിന് വളരാനില്ല, മാഗി ഓൾറെഡി വളർന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ മാഗിയുടെ മാർക്കറ്റ് ഷെയർ വളരെ ഹൈ ആണ്. നമുക്ക് വേണമെങ്കിൽ സിർലാക്കിനും വേണമെങ്കിൽ ഇവിടെ തട്ടുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ തട്ടാം. ഓക്കെ, ഡിപ്പെൻസ് ആണ്, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. ഓക്കെ, ഇനി ഡോഗിൽ പറയുകയാണെങ്കിൽ നെസ്ലയുടെ മൈലോ എന്ന് പറഞ്ഞൊരു പണ്ടൊരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയോന്ന് പോലും എനിക്കറിയില്ല. 90s കിഡ്സിന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ മൈലോ കുടിച്ചിട്ടുണ്ട്. മൈലോ കുടിച്ചാൽ നമുക്ക് ബാറ്റ് കിട്ടും ഫ്രീ ആയിട്ട് മൈലോയുടെ കൂടെ. സോ ബാറ്റിന് വേണ്ടി മൈലോ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ മൈലോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതിപ്പോൾ ഇല്ല, ഡോഗാണ്. മൈലോ ഡോഗ് എന്നില്ല, മൈലോ ഡോഗിന്റെ കാറ്റഗറിയിൽ വന്നു. മൈലോ ഡൈവേഴ്സ് ചെയ്തു അവർ. ഇപ്പൊ ആ മൈലോ എന്ന സാധനം കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല, ഇന്ത്യയിൽ കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല, വാട്ടവർ. ഓക്കെ, സോ ഇതൊക്കെയാണത് നെസ്ലയുടെ BCG മെട്രിക്സ്. നെസ്ലയുടെ BCG മെട്രിക്സ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. നമുക്കിത് ഗൂഗിൾ ചെയ്താലും മതി, നമുക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും ഇതൊക്കെ. ഞാൻ ഗൂഗിൾ ചെയ്തിട്ടാണ് ഇതൊക്കെ നിങ്ങൾ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്താ പറഞ്ഞത്? നെസ്കഫേ, ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ മിൽക്കി ബാർ ഡോഗിലിട്ടില്ല. ഇപ്പൊ മിൽക്കി ബാർ ഇല്ലേ? എൻ്റെ അറിവിൽ മിൽക്കി ബാർ ഉണ്ടെന്നാണ്, വാട്ടവർ ആയിക്കോട്ടെ. സോ ഇവിടെ നോക്കട്ടെ, നെസ്കഫെ, മൈലോ. നെസ്ലയുടെ മൈലോ കണ്ടോ നിങ്ങൾ? കണ്ടോ? യെസ്. കിറ്റ്കാറ്റ്, പിന്നെ ന്യൂട്രീഷ്യൻ, നെസ്ലയുടെ ചോക്ലേറ്റ്, അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ മാർക്കിൽ. മാഗി എവിടെ ഉള്ളത്? ക്യാഷ് കൗവിൽ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ BCG മെട്രിക്സ് അഥവാ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ്. എന്താണ് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ്? അപ്പോൾ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്ന കമ്പനിയാണ് ഈ മെട്രിക്സ് ഉണ്ടാക്കിയത്. സോ അതുകൊണ്ടാണ് ഇതിന്റെ പേര് BCG മെട്രിക്സ് വന്നിട്ടുള്ളത്. സോ ദിസ് മെട്രിക്സ് ഇസ് ഓൾസോ നോൺ ആസ് കൗ ആൻഡ് ഡോഗ് മെറ്റഫോർ. ഓക്കെ, സോ ഇതിനകത്ത് 4 കാറ്റഗറി: സ്റ്റാർ, ക്യാഷ് കൗ, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്. ഓക്കെ, സ്റ്റാർ, ക്യാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഗ്രോത്ത് ഹൈ ആണ്, മാർക്കറ്റ് ഷെയർ ഹൈ ആണ്. ക്വസ്റ്റ്യൻ മാർക്കിൽ മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ട്, പക്ഷെ മാർക്കറ്റ് ഷെയർ ഇല്ല. ക്യാഷ് കൗവിൽ മാർക്കറ്റ് ഗ്രോത്ത് ഇല്ല, പക്ഷെ മാർക്കറ്റ് ഷെയർ ഹൈ ആണ്. എക്സാമ്പിൾ എന്താ? മാഗി, ഉജാലയുടെ മറ്റേ നീല ലിക്വിഡ്. ഓക്കെ, ഡോഗ് എന്ന് പറഞ്ഞാൽ ഇല്ല, ഇപ്പൊ ഇല്ല ആ ബിസിനസ്. മൈലോ, റേഡിയോസ്, എക്സെട്ര. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു BCG മെട്രിക്സ് ആണ്. നമുക്ക് 4 സ്ട്രാറ്റജീസ് എടുക്കാൻ പറ്റും. ജസ്റ്റ് സെക്കൻഡോ. ഓക്കെ, പറ. 4 സ്ട്രാറ്റജീസ് ഉണ്ട് BCG മെട്രിക്സ്: ബിൽഡ്, ഹോൾഡ്, ഹാർവെസ്റ്റ്, ഡൈവെസ്റ്റ്. ബിൽഡ് ഏതായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ? ക്വസ്റ്റ്യൻ മാർക്കിന്റെ മാർക്കറ്റ് ഷെയർ കുറവാണ്, സോ വി ഹാവ് ടു ബിൽഡ് ദ മാർക്കറ്റ് ഷെയർ. ഹോൾഡ് എവിടെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്? സ്റ്റാർ ഓൾറെഡി പൊക്കത്തുള്ളത്, വി ഹാവ് ടു ഹോൾഡ് ഇറ്റ് അല്ലെ? സ്റ്റാർ ഹോൾഡ് ചെയ്യാം. ഹാർവെസ്റ്റ് ചെയ്യാൻ മാക്സിമം എടുക്കാൻ നോക്കുക, കൊയ്യാൻ നോക്കുക. ഏതാണ്? ക്യാഷ് കൗ. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് ഹാർവെസ്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ക്യാഷ് കൗവിലാണെങ്കിൽ, ആ ബിസിനസ്സിന് വേണ്ടി അധികം പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളിപ്പോൾ ആലോചിച്ച് മാഗിക്ക് വേണ്ടി ഒരുപാട് പൈസ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് TV-യിൽ. മാഗിയുടെ പൈസ ഒരുപാട് കാണാറുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. ചുരുക്കം അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുള്ളൂ മാഗിയുടെ. കാരണം അതിനുവേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം മാഗി ഓൾമോസ്റ്റ് ഓൾറെഡി വേറെ ലെവൽ എത്തിയിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട, മാക്സിമം റിട്ടേൺസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഡൈവെസ്റ്റ് എന്താണ്? ഡോഗ് നമ്മൾ എന്ത് ചെയ്യണം? ഡൈവെസ്റ്റ് ചെയ്യണം. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. ഇതാണ് നമ്മുടെ BCG മെട്രിക്സ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ജനറൽ ഇലക്ട്രിക് മോഡൽ. എന്താണ് ജനറൽ ഇലക്ട്രിക് മോഡൽ? ജനറൽ ഇലക്ട്രിക് മോഡൽ പച്ച, മഞ്ഞ, ചുവപ്പ്. ഈ പച്ച, മഞ്ഞ, ചുവപ്പ് ആണ് നിങ്ങൾക്ക് എന്താ ഓർമ്മ? ട്രാഫിക് സിഗ്നൽ. യെസ്, ദിസ് GE മെട്രിക്സ് ഇസ് ഇൻസ്പയർഡ് ഫ്രം ട്രാഫിക് സിഗ്നൽസ്. കണ്ടോ? GE മെട്രിക്സ് ഇസ് ഇൻസ്പയർഡ് ഫ്രം ട്രാഫിക്. ഇത് നമ്മുടെ റെഗുലർ ക്ലാസ്സിന്റെ വരച്ചു കൂട്ടിയതാണ് ഇതൊക്കെ. ഓക്കെ, സോ എന്താ പറഞ്ഞത്? GE മോഡൽ, ജനറൽ ഇലക്ട്രിക് മോഡൽ. ഇതിന് വേറെ കുറെ പേരുണ്ട്. എന്തൊക്കെയാണ്? ബിസിനസ് പ്ലാനിംഗ് മെട്രിക്സ്, GE 9 സെൽ മെട്രിക്സ്. പൈസ GE 9 സെൽ. കാരണം ഇതിന് 9 സെല്ലല്ലേ? 1 2 3 4 5 6 7 8 9. കണ്ടോ? 9 സെല്ല അല്ലെ? ബാക്കി എല്ലാത്തും 4 സെല്ലായിരുന്നുണ്ട്, ഇവിടെ 9 സെൽ അല്ലെ? പിന്നെ GE ഇലക്ട്രിക് മോഡൽ. ഇത് ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ഈ മോഡൽ ഉണ്ടാക്കിയത് മെക്കൻസി എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ മെക്കൻസി എന്ന് പറയുന്ന ഫേമാണ് ഈ മോഡൽ ഉണ്ടാക്കിയത്. അവർ ആദ്യമായിട്ട് ഈ മോഡൽ ടെസ്റ്റ് ചെയ്തത് ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയില്ല. അതുകൊണ്ട് ഈ മെട്രിക്സിന് പേരിട്ട് ജനറൽ ഇലക്ട്രിക് മോഡൽ. ഓക്കെ ആണോടാ? ആൻഡ് ദിസ് ഇസ് ഇൻസ്പയർഡ് ഫ്രം ട്രാഫിക് കൺട്രോൾ. സോ നിങ്ങളുടെ ബിസിനസ് ഇത് ഈ സംഭവം നമ്മൾ നേരത്തെ കണ്ടത് എന്താ? മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറും അല്ലെ? BCG മെട്രിക്സ് ഇസ് പ്യോർലി ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഗ്രോത്ത് ആൻഡ് മാർക്കറ്റ് ഷെയർ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? BCG മെട്രിക്സിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്ക് ഡിസഡ്വാൻറ്റേജസ്. ഇതാ, ഒന്ന്, ഡിഫിക്കൽട്ട്, ടൈം കൺസ്യൂമിങ്, കോസ്റ്റ് ടു ഇംപ്ലിമെന്റ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഡിഫിക്കൽട്ട് ടു മെഷർ ദ മാർക്കറ്റ് ഷെയർ ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് BCG മെട്രിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ കറന്റ് ബിസിനസ് ആൻഡ് ഗിവ്സ് ലിറ്റിൽ അഡ്വൈസ് ഓൺ ഫ്യൂച്ചർ ബിസിനസ്. ഞാൻ ഭാവിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ബിസിനസിനെ കുറിച്ച് BCG മെട്രിക്സ് ഒന്നും പറയുന്നില്ല. കാരണം BCG മെട്രിക്സ് എന്തെങ്കിലും പറയണമെങ്കിൽ എന്ത് വേണം? മാർക്കറ്റ് ഷെയർ, മാർക്കറ്റ് ഗ്രോത്ത്. ഞാൻ തുടങ്ങാത്ത ബിസിനസിന് മാർക്കറ്റ് ഷെയർ എനിക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഗിവ്സ് ലിറ്റിൽ അഡ്വൈസ് ഓൺലി ഓൺ ഫ്യൂച്ചർ പ്ലാനിങ്. ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഇറ്റ് ജസ്റ്റ് ഫോക്കസ് ഓൺ കറന്റ് ബിസിനസ്. ഓക്കെ ആണോ? അതേ സമയത്ത് ജനറൽ ഇലക്ട്രിക് മാർക്കറ്റ് ഗ്രോത്ത്, മാർക്കറ്റ് ഷെയർ അല്ല. ഇവിടെ മാർക്കറ്റ് ഗ്രോത്തിന് പകരം ഉപയോഗിച്ചത് മാർക്കറ്റ് അട്രാക്റ്റീവ്നെസ്സും മാർക്കറ്റ് ഷെയറിന് പകരം ഉപയോഗിച്ചത് ബിസിനസ് സ്ട്രെങ്തും ആണ്. സോ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ BCG മെട്രിക്സ് ആൻഡ് GE മെട്രിക്സ് എന്താണ്? അവിടെ മാർക്കറ്റ് ഗ്രോത്ത് ആണെങ്കിൽ ഇവിടെ മാർക്കറ്റ് അട്രാക്റ്റീവ്നെസ് ആണ്. മാർക്കറ്റ് അട്രാക്റ്റീവ്നെസ് റീപ്ലേസസ് മാർക്കറ്റ് ഗ്രോത്ത്. പിന്നെ ബിസിനസ് സ്ട്രെങ്ത് റീപ്ലേസസ് മാർക്കറ്റ് ഷെയർ. ഇതാണ് ബേസിക് ഡിഫറൻസ്. ഓക്കെ ആണോ? പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ്, BCG മെട്രിക്സ് ഓൺലി ടോക്സ് ഓൺ കറന്റ് ബിസിനസ്, ഗിവ്സ് ലിറ്റിൽ അഡ്വൈസ് ഓഫ് ഫ്യൂച്ചർ പ്ലാനിങ്. പക്ഷേ GE മെട്രിക്സ് ഗിവ്സ് മോർ അബൌട്ട് ഫ്യൂച്ചർ പ്ലാനിങ്. ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോടാ? ഇതാണ് ബേസിക് രണ്ടായിട്ടുള്ള ഡിഫറൻസസ്. ഫൈൻ ആണോടാ? യെസ്. സോ ഇതാണ് നമ്മുടെ എന്താണ് BCG മെട്രിക്സ്. പിന്നെ വരുന്ന സാധനമുണ്ട് ADL മെട്രിക്സ്. ADL മെട്രിക്സ് ഉണ്ടാക്കിയത് ആർത്തർ ഡി ലിറ്റിൽ എന്ന ഒരു വ്യക്തിയാണ്. ആർത്തർ ഡി ലിറ്റിൽ രണ്ട് കാര്യം എടുക്കുന്നുണ്ട് ഇവിടെ. ഒന്ന് നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇൻഡസ്ട്രീസ് ലൈഫ് സൈക്കിൾ, അതേപോലെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ. രണ്ട് കാര്യം ഇവിടെ എടുക്കുന്നത്. ഒന്ന് കോമ്പറ്റേറ്റീവ് പൊസിഷനും പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും. ഓക്കെ, സി ബേസിക്കലി എന്താ ഈ മെട്രിക്സ്? ഞാൻ ആദ്യം അതായിരുന്നു പറഞ്ഞത്, ഞാൻ വിട്ടുപോയി. ബേസിക്കലി എന്താണ് ഈ മെട്രിക്സ്? സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉണ്ട്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, ഇത് ഏത് പ്രോഡക്റ്റ് ആണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇതിലിടണോ? ഏതിലിട്ടാണ് എനിക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്? ആ ഒരു ചോദ്യത്തിലുള്ള ഉത്തരമാണ് ഈ മെട്രിക്സുകൾ. സോ ഇറ്റ്സ് എ പോർട്ട്ഫോളിയോ പ്ലാനിങ് ടൂൾ എന്ന് പറയാം. പോർട്ട്ഫോളിയോ പ്ലാനിങ് ടൂൾ. BCG ആയിക്കോട്ടെ, GE ആയിക്കോട്ടെ, ADL ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആൻസോഫ് ആയിക്കോട്ടെ, ഇറ്റ്സ് എ പോർട്ട്ഫോളിയോ പ്ലാനിങ് ടൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളെ സഹായിക്കുന്ന ടൂൾസ് ആണ് ഈ പറഞ്ഞ മെട്രിക്സുകൾ. ഓക്കെ, സോ ഇവിടെ ഈ ADL ഇപ്പം BCG മെട്രിക്സ് നിങ്ങൾക്ക് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങൾ മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറുമാണ്. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് സ്റ്റാറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളുടെ പ്രോഡക്ട്സ് ക്യാഷ് കൗവിലാണെങ്കിൽ ആ ബിസിനസ്സിലേക്ക് അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, മാക്സിമം ഹാർവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റ് ഡോഗിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പ്രോഡക്റ്റ് പിന്നെ ഇതിലാണ് വരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ഒന്നെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡൈവേസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? യെസ്. സോ ADL മെട്രിക്സിനകത്ത് ഇയാൾ ഡിസിഷൻ എടുത്തത് ഈ രണ്ട് കാറ്റഗറിയുടെ ബേസ്, കോമ്പറ്റേറ്റീവ് പൊസിഷൻ, PLC, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എംബ്രിയോണിക് ഗ്രോത്ത്, മെച്ചോറിറ്റി, ഡിക്ലൈൻ, ഏജിങ് അല്ലെ. പിന്നെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ചോദിക്കുക. കോമ്പറ്റേറ്റീവ് പൊസിഷൻ എന്തൊക്കെയാണ്? 5 കോമ്പറ്റേറ്റീവ് പൊസിഷൻ. ഒന്ന് ഡോമിനന്റ്, സ്ട്രോങ്, ഫേവറബിൾ, ടെനബിൾ, വീക്ക്. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എന്തൊക്കെയാണ് വേഗം പറഞ്ഞാൽ? ഡോമിനന്റ്, സ്ട്രോങ്, ഫേവറബിൾ, ടെനബിൾ, വീക്ക്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ റെയർ പൊസിഷൻ, അങ്ങനെ ആർക്കും ഉണ്ടാവില്ല, മോണോപ്പൊളിയാണ്. എക്സാമ്പിൾ IRCTC, റെയിൽവേ. ഓക്കെ, മോണോപ്പൊളി, ഡോമിനന്റ്, വേറെ കോമ്പറ്റീറ്റേഴ്സ് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്ട്രോങ്, വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും അവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന കൂടി, കാരണം അവർ വെരി വെരി മൈന്യൂട്ട്. I am the 97. സിർലാക്ക്, ഇപ്പൊ നമ്മൾ കണ്ട സിർലാക്ക് അല്ലെ, 97% മാർക്കറ്റ് ഷെയർ എന്റെയാ, മറ്റുള്ളവർ ഉണ്ടോന്നും കൂടി ഞാൻ ചിന്തിക്കുന്നില്ല. 97 മാർക്കറ്റ് ഷെയർ എന്റെതാ. ഓക്കെ ആണോ? ഫ്രീഡം ഓവർ ഇറ്റ്സ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. ഓക്കെ, ഇസ് അൺഡ്യൂലി ത്രെറ്റൻഡ് ബൈ കോമ്പറ്റീഷൻസ് ഉണ്ടെന്ന് കൂടി ഞാൻ ശ്രദ്ധിക്കുന്നില്ല, കാരണം 97% മാർക്കറ്റ് ഷെയർ എന്റെതാ. പിന്നെ ഫേവറബിൾ, ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. നോ വൺ കോമ്പറ്റീറ്റർ സ്റ്റാൻഡ്സ് ഔട്ട് ക്ലിയർലി. ഓക്കെ, പിന്നെ ടെനബിൾ, പേരിന് ഉണ്ട്, ജസ്റ്റ് പ്രൊവൈഡിങ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. വീക്ക്, അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്, അവിടെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും യു ആർ പ്രൊവൈഡിങ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. ഓക്കെ ആണോ? ടെനബിളിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് BSNL ആക്കാം. ഉണ്ടോ? ഉണ്ട്. കോമ്പറ്റീഷൻ ഉണ്ടോ? ഉണ്ട്. മാർക്കറ്റ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ സ്ട്രാറ്റജിക് ഓപ്ഷൻസ്. ഇവിടെ മക്കളെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ നമ്പർ 4. മേ ബി സംടൈംസ് ചില കോൺസെപ്റ്റ്സ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായിട്ടുണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടാവാം. ഇതൊരു റിവിഷൻ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ അടുത്ത ക്ലാസ് വാങ്ങിയവർക്കും അല്ലാത്തവർക്കാണെങ്കിൽ പോലും ഈ വീഡിയോസ് വളരെ ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ പവർ ചാർട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ കമന്റ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ട് സാർ, ഇന്ന ഏരിയാസ് സാർ ഒന്ന് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ നല്ലതാണ് സാർ, കുറച്ചും കൂടി പതുക്കെ പറയണമെങ്കിൽ നല്ലതാണ് സാർ, കുറച്ചും കൂടി ഇങ്ങനെ പറയണമെന്നത്. സോ വാട്ട് എവർ ബി യുവർ കമന്റ്സ്, വെദർ ഇറ്റ് ഇസ് എ ഗുഡ് ഓർ ബാഡ്, ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ്, വെരി വെരി ഹാപ്പി ഫോർ മൈസെൽഫ്. സോ നല്ല കമന്റ്സ് ആണ്, നല്ലത് ഇടാം, മോശമാണെങ്കിൽ മോശം ഇടാം, എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അതും പറയാം. സോ വാട്ട് എവർ, please do comment in the YouTube videos. Okay, so
താങ്ക്സ് എ ലോട്ട്. സബ്സ്ക്രൈബ് അവർ ചാനൽ. ഞാൻ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു, പറയാൻ വിട്ടുപോയി. സബ്സ്ക്രൈബ് അവർ ചാനൽ. ഈ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഓൾ. താങ്ക് യു. സൈനിങ് ഓഫ് CS and J.